മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീവിദ്യാം ശിവവാമഭാഗനിലയാം ഹ്രീങ്കാരമന്ത്രോജ്വലാം ശ്രീചക്രാങ്കിതബിന്ദുമധ്യവസതിം ശ്രീമത്സഭാനായികാം ശ്രീമത്ഷണ്മുഖവിഘ്നരാജജനനീം ശ്രീമജ്ജഗന്മോഹിനീം മീനാക്ഷീം പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാനിധിം. തസ്യൈ ദിശേ സദതമഞ്ജലിരേഷ പുഷ്പൈഃ പ്രക്ഷിപ്യതേ രസഭരൈർമധുരദ്വിരേഭൈഃ ജാഗർത്തി യത്ര ഭഗവാൻ ഗുരുചക്രവർത്തി ജാഗർത്തി യത്ര ഭഗവാൻ ഗുരുചക്രവർത്തി വിശ്വോദയ പ്രളയനാടകസൂത്രധാര വിശ്വോദയ പ്രളയനാടകസൂത്രധാര. ഹരി ഓം. നമ്മുടെ ഈ ശ്രീമദ് ഭാഗവത സമീക്ഷാ സത്രത്തിൻ്റെ എല്ലാമായി ഓരോ വർഷവും വളരെയധികം ആകർഷകവും അതുപോലെ തന്നെ വിശേഷവുമായിട്ടുള്ള രീതിയിൽ ഈ സത്രത്തിൻ്റെ നെടുന്തൂണായി ഇതിന് നായകസ്ഥാനം വഹിക്കുന്ന പ്രാതസ്മരണീയനായ ശ്രീമദ് സ്വാമിജിക്ക് ഇതുപോലെ അനവധി കാലം ഈ യജ്ഞവും അതുപോലെ മറ്റുള്ള യജ്ഞങ്ങളും നടത്താൻ ഭഗവാൻ സർവേശ്വരൻ ആയുരാരോഗ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ വിശേഷമായ ഈ യജ്ഞവേദിയിലേക്ക്, നൈമിഷാരണ്യത്തിലേക്ക് അനേകം പണ്ഡിതന്മാരായ വിദ്വാൻമാരായ ആളുകൾ വന്ന് തത്വപ്രവചനങ്ങൾ നടത്തിയ ഈ വേദിയിലേക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാലും എന്നെയും ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. യയാതി ചരിതം എന്നുള്ള 2 അധ്യായങ്ങളിലുള്ള മനോഹരമായിട്ടുള്ളൊരു കഥ, ഉച്ചസമയത്ത് കേൾക്കാൻ കുഴപ്പമില്ലാത്ത കഥയാണ്. ആ കഥയാണ് നമുക്ക് കാണേണ്ടത്. ആ കഥയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. നമുക്കറിയാം, നവമസ്കന്ധം ഈശാനുകഥ എന്നുള്ള ലക്ഷണത്തോടു കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈശന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ വംശവർണ്ണന അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ചരിത്രം എല്ലാവരെയും പാലിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് രാജാക്കന്മാരെ ഈശൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട്. സർവദേവമയോ രാജ, രാജാവിൻ്റെ ശരീരത്തിൽ എല്ലാ ദേവന്മാരുടെയും വാസമുണ്ടെന്നാണ് പറയുന്നത്. സർവവേദമയോ വിപ്രാഹ, ബ്രാഹ്മണൻ്റെ ശരീരത്തിൽ എല്ലാ വേദങ്ങളും ഉൾക്കൊള്ളുന്നു. അതുപോലെ രാജാവിൻ്റെ ശരീരത്തിൽ
എല്ലാ ദേവന്മാരും സാന്നിധ്യം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈശ ശബ്ദം പ്രയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഈശാനുകഥയിലാണ് രാജാക്കന്മാരുടെ വംശം പറഞ്ഞു വരുന്ന സമയത്ത് യയാതിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഈ യയാതി നഹുഷൻ്റെ മകനായിട്ടുള്ള ആളാണ്. അപ്പം ഈ യയാതിയുടെ ചരിത്രം ഇവിടെ പറയാൻ കാരണം രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന്, നമുക്കറിയാം രാജാക്കന്മാരുടെ ചരിത്രം പറഞ്ഞു വരുന്ന സമയത്ത് വംശപരമ്പരയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നു. അതിൽ വിശേഷമായിട്ടുള്ള എന്തെങ്കിലും സന്ദർഭം വരുന്ന സമയത്ത് ആ കഥകൾ വിശദീകരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ്. അങ്ങനെയാണ് നഹുഷൻ്റെ കഥ പറഞ്ഞ് ആ നഹുഷൻ്റെ വംശപരമ്പര പറഞ്ഞു വരുന്ന സമയത്ത് യയാതിയുടെ കഥ പറയുന്നത്. അപ്പോൾ യയാതിയുടെ കഥ വിസ്തരിച്ച് പറയാൻ വേണ്ടിയിട്ട് അതിനൊരു സന്ദർഭമുണ്ട്. ആ ചോദിക്കുമ്പോഴാണ് അതിനെ വിസ്തരിച്ച് പറയുന്നത്. ഇനി രണ്ടാമത്, ഈ യയാതിയുടെ കഥ നമ്മളെപ്പോലെയുള്ള ജീവന്മാരുമായിട്ട് ബന്ധപ്പെട്ടതും കൂടിയാണ്. കാരണം ഓരോ ജീവൻ്റെയും കർത്തവ്യം 84 ലക്ഷം ജീവയോനികളിൽ ഉത്കൃഷ്ടനായിട്ടുള്ള മനുഷ്യജന്മത്തിൽ ഓരോരുത്തരുടെയും കർത്തവ്യം എന്ന് പറയുന്നത് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഭൂമാവൈ സുഖം ന അല്പേ സുഖമസ്തി എന്ന് ഉപനിഷത്തിൽ സനത്കുമാര മഹർഷി നാരദനോട് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ ജീവികളും എല്ലാവരും അന്വേഷിക്കുന്ന പരമമായിട്ടുള്ള സുഖം അത് തൻ്റെ ഉള്ളിൽ തന്നെയാണ്, അഥവാ തൻ്റെ സ്വരൂപം തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ആ തിരിച്ചറിവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം വിശേഷമായിട്ടുള്ളതെന്ന് പറയുന്നു. പക്ഷേ പലപ്പോഴും അത് സാധിക്കാറില്ല. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് കൂടിയാണ് ഇവിടെ യയാതിയുടെ ചരിത്രം കാണിക്കുന്നത്. യയാതിയുടെ പേര് തന്നെ അതാണ് കാണിക്കുന്നത്. യാ പ്രാപണെ എന്ന് പറഞ്ഞിട്ടൊരു ധാതുണ്ട് സംസ്കൃതത്തിൽ. യാ പ്രാപണെ. ഗത്യർത്ഥക ധാതുക്കൾക്കൊക്കെ ജ്ഞാനം, ഗതി, പ്രാപ്തി ഇങ്ങനെ 3 അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട് സംസ്കൃതത്തിൽ. അപ്പോൾ യാ പ്രാപണെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപിക്കേണ്ടതായിട്ടുള്ള പരമതത്വത്തെ അറിയാൻ കഴിവുള്ള ആളാണ് ഈ യയാതി എന്നുള്ള രീതിയിലുള്ള രാജാവ് അല്ലെങ്കിൽ യയാതി. പക്ഷെ എന്താ ചെയ്യുന്നത്? തൻ്റെ പുരുഷാർത്ഥത്തെ അറിയുക എന്നുള്ള ഉദ്ദേശം മറന്നു പോകുന്നതായിട്ടുള്ള മനുഷ്യൻ ആവർത്തിച്ചുകൊണ്ട് സംസാരത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് യാതി, കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നേരെ പോകുന്നതിന് പകരം സംസാരത്തിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവൻ്റെ കഥയാണ് ഇതിലൂടെ കാണിക്കുന്നത്, നമ്മുടെ എല്ലാവരുടെയും കഥ. അതാണ് യയാതിയുടെ ചരിത്രം. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയിലൂടെ കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു ചരിത്രം. നമുക്ക് കഥയിലേക്കൊന്ന് പ്രവേശിക്കാം. ഇപ്പം നഹുഷന് 6 മക്കളാണ് ഉണ്ടായിട്ടുള്ളത്. യതി, യയാതി, സംയാതി, ആയതി തുടങ്ങിയിട്ടുള്ള 6 മക്കൾ. സാധാരണ മൂത്ത മക്കൾക്കാണ് രാജ്യഭാരം ഉണ്ടാവാറുള്ളത്. അങ്ങനെ നഹുഷൻ രാജ്യം ഉപേക്ഷിച്ച സമയത്ത് യതിക്കായിരുന്നു രാജ്യ അവകാശം ഉണ്ടായത്. പക്ഷെ യതി അത് സ്വീകരിച്ചില്ല. യതി രാജ്യം വേണ്ട എന്ന് പറയുകയാണ്. കാരണം യതി ചിത്തശുദ്ധി വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഈ രാജ്യഭരണത്തിൽ ഇടപെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യഭരണം തൻ്റെ പുരുഷാർത്ഥപ്രാപ്തിക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള യതി അത് വേണ്ട എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് രണ്ടാമത്തെ ആളായിട്ടുള്ള യയാതി രാജ്യം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം, എന്താ ഇപ്പോൾ ഈ നഹുഷൻ, അച്ഛനായിട്ടുള്ള നഹുഷൻ രാജ്യം വേണ്ട എന്ന് പറയാൻ കാരണം? മക്കൾക്കൊക്കെ അങ്ങോട്ട് മക്കൾ സുഖമായിട്ട് ഇനി ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് രാജ്യം വേണ്ടാന്ന് വെച്ചതാണോ ചോദിച്ചാൽ അതല്ല. നഹുഷന് വലിയൊരു ഓഫർ കിട്ടി, അതുകൊണ്ടാണ്. അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കഥ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്.
വൃത്രാസുരൻ്റെ കഥ പറഞ്ഞു വരുന്ന സമയത്ത് ആ വൃത്രാസുരനെ കൊന്ന ബ്രഹ്മഹത്യാ പാപം കൊണ്ട് ഇന്ദ്രൻ സ്വർഗം ഉപേക്ഷിച്ചു പോവുകയുണ്ടായി. ഇന്ദ്രൻ സ്വർഗം ഉപേക്ഷിച്ചു പോയിട്ടുള്ള സമയത്ത് ദേവലോകത്ത് ദേവേന്ദ്രനായിട്ട് ആളില്ല. അങ്ങനെ ദേവേന്ദ്രനായിട്ട് ആളില്ലാതെ വന്ന സമയത്ത് പുതിയ ഒരാളെ കണ്ടുകിട്ടണം. പുതിയ ആളെ കണ്ടുകിട്ടാൻ ഇപ്പം എന്താ വഴി? അപ്പോഴാണ് അതിനുള്ള വ്യവസ്ഥ. 100 അശ്വമേധയാഗം നടത്തിയിട്ടുള്ള ആൾക്ക് ദേവേന്ദ്രനായി തീരാം എന്നുള്ള വ്യവസ്ഥയുണ്ട്. അതിനു പറ്റിയ ആളെ കണ്ടുപിടിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ നഹുഷൻ 100 അശ്വമേധം നടത്തിയിട്ടുള്ള ആളാണ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നഹുഷനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചക്രവർത്തി ആയിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണല്ലോ ഇന്ദ്രപദവി. അതുകൊണ്ട് നഹുഷൻ ദേവേന്ദ്രനാവാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് പോയി. ആ സമയത്താണ് ഇവിടെ സിംഹാസനത്തിന് ഒഴിവ് വന്നതും അതിൽ യയാതി രാജാവായതും. എന്നിട്ട് സ്വർഗത്തിൽ പോയിട്ടുള്ള അവസ്ഥ എന്താ ഉണ്ടായി? സ്വർഗത്തിൽ പോയി 1000 കൊല്ലത്തോളം അവിടെ ഇന്ദ്രപദവിയിലിരുന്നു. അവസാനം താഴേക്ക് അധപ്പതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ്, ഏതൊരു പദവി കിട്ടിക്കഴിഞ്ഞാലും ആ പദവി അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അന്ധക്കരണ ശുദ്ധി ഇല്ലാത്തിടത്തോളം കാലം അവനവൻ തന്നെ അവനവനുള്ള കുഴിയും കുഴിക്കും ഏണിയും വയ്ക്കും, അല്ലേ? വേറെ ആരുമല്ല. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനഃ. ഈ ഇന്ദ്രപദവിയിൽ എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച് അതിനുള്ള യോഗ്യത നേടിയെടുത്തത് വേറെ ആരുമല്ല, അല്ലേ? നഹുഷൻ കഷ്ടപ്പെട്ട് 100 അശ്വമേധയാഗം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് 100 അശ്വമേധയാഗം നടത്തി ഇന്ദ്രപദവിയിൽ എത്തിയിട്ടുള്ള നഹുഷൻ സ്വയംകൃത അനർത്ഥം കൊണ്ട് തന്നെ പെരുമ്പാമ്പായിട്ടും തീർന്നു, വേറെ ആരുമല്ല. അപ്പം അതിന് കാരണം നമുക്കറിയാവുന്നതാണ്, കഥകളൊക്കെ നമുക്കറിയാം. ഇന്ദ്രാണി അല്ലെങ്കിൽ ശചീദേവി തനിക്ക് വശകയായി തീരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സപ്തർഷികളെ കൊണ്ട് പല്ലക്കൊക്കെ അടുപ്പിച്ച് അവസാനം അങ്ങനെ പോകുന്നു. ആ പോകുന്ന സമയത്ത് സപ്തർഷികളിൽ അഗസ്ത്യ മഹർഷിക്ക് ഉയരം കുറവാണ്. അദ്ദേഹം അധികം പ്രായമില്ല, അല്ലെങ്കിൽ അധികം ഉയരമില്ലാത്ത ആളാണ്. പക്ഷേ ഉയരക്കുറവ് മാത്രമേ ഉള്ളൂ, തപസ് വേണ്ടിടത്തോളം ഉണ്ട്. അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷി വളരെ പതുക്കെയാണ് സഞ്ചരിച്ചിരുന്നത്. കാമാതുരനായിരുന്ന നഹുഷന് വളരെ വേഗം ശചീദേവിയുടെ അടുത്ത് എത്തണം എന്നുള്ള ആ ആഗ്രഹം ഉണ്ടായിട്ട് തൻ്റെ പല്ലക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ട് സഞ്ചരിക്കണില്ല എന്ന് തോന്നിയിട്ട് നോക്കിയപ്പോഴാണ് അഗസ്ത്യ മഹർഷി പതുക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അഗസ്ത്യ മഹർഷിയുടെ നടത്തത്തിനനുസരിച്ച് മറ്റുള്ളവർ പതുക്കെ നടക്കുന്നത് കൊണ്ടാണ് പല്ലക്കിന് വേഗത കുറവെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നഹുഷൻ തൻ്റെ കാല് പുറത്തേക്കിട്ട് അഗസ്ത്യ മഹർഷിയുടെ മുതുകത്ത് ഒരു ചവിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സർപ്പ സർപ്പ എന്ന് പറയുന്നു. സർപ്പ സർപ്പ എന്ന് പറഞ്ഞാൽ വേഗം നടക്കൂ എന്നുള്ള അർത്ഥത്തിൽ. ശ്രീ ഗതൗ എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിലൊരു ധാതു ഉണ്ട്, അതിൽ നിന്നാണ് സർപ്പശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ സർപ്പശബ്ദം പ്രയോഗിച്ചു. നൗഷം പറഞ്ഞത് വേഗം നടക്കൂ, എനിക്കിത്തിരി തിരക്കുണ്ട്, അല്ലേ, പോയിട്ട് കാര്യങ്ങൾ വേറെയുണ്ട്, അതുകൊണ്ട് വേഗം നടക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിൽ കൂടിയിട്ട് ക്രുദ്ധനായിട്ടുള്ള അഗസ്ത്യ മഹർഷിക്ക് തിരിച്ച് ശാപം കൊടുക്കാനാണ് തോന്നിയത്. ക്രുദ്ധനാവുക എന്ന് പറഞ്ഞാൽ ഈ നഹുഷന്റെ ഈ പ്രവൃത്തികളൊക്കെ അധാർമികമായി തീരുന്നു എന്നുള്ളത് ഇവർക്കൊക്കെ അറിയാം. അപ്പം അതിനൊരു കാരണം എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഇവിടെ അഗസ്ത്യ മഹർഷി ശപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മഹാത്മാക്കളുടെയൊക്കെ ശാപം അല്ലെങ്കിൽ പലതും നമ്മൾ കാണുന്നുണ്ട്. അതും എന്തുകൊണ്ടാണ്? സുഖസ്യ ദുഃഖസ്യ ന കോപി ദാത പരോ ദദാതീതി കുബുദ്ധിരേഷ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സുഖത്തിനും ദുഃഖത്തിനും കാരണം വേറെ ആരുമല്ല, അവരവരുടെ കർമ്മങ്ങൾ തന്നെ. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ സത്കർമ്മങ്ങൾ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സുഖമായിട്ട് വരുന്നു. അതേപോലെ തന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് അറിഞ്ഞോ അറിയാതെയോ ഏത് നിലയ്ക്കോ ആവാം. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവുമായിട്ട് വരുന്നത്. അപ്പം അതുപോലെ മഹാത്മാവായിട്ടുള്ള അവിടെ ഈ അഗസ്ത്യ മഹർഷിയുടെയൊക്കെ വിശേഷണം പറയുന്ന സമയത്ത് ഏതൊരഗസ്ത്യനാണോ സമുദ്രം കുടിച്ചു പറ്റിച്ചത്, പാർവതി പരമേശ്വരന്മാരുടെ വിവാഹ സമയത്ത്
ദേവന്മാരും എല്ലാവരും കൂടി ഹിമാലയത്തിലേക്ക് പോയ സമയത്ത് ഭൂമിയുടെ ആ ഒരു സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം വന്ന സമയത്ത് ഏതൊരഗസ്ത്യനെയാണോ തെക്കോട്ട് പറഞ്ഞു വിട്ടത്, ഭൂമിയുടെ ആ സമതുലതയെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഏതൊരഗസ്ത്യനെയാണോ ഇങ്ങോട്ട് വിട്ടത്, ആകാശം മുട്ട വളർന്നതായിട്ടുള്ള വിന്ധ്യനെ ഏതൊരഗസ്ത്യ മഹർഷിയാണോ അദ്ദേഹത്തിന്റെ ദർശനം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് തന്നെ ആ വിന്ധ്യനെ മര്യാദയ്ക്ക് നിർത്തിയത്, അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷിയാണ് ചവിട്ടിയതെന്നുള്ളതാണ്. ആ അഗസ്ത്യ മഹർഷിയാണ് ത്വം സർപ്പം ഭവ എന്ന് പറയും. പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് പറയാണ്. നഹുഷൻ പറഞ്ഞ അർത്ഥത്തിലല്ല ഇദ്ദേഹം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. സർപ്പ എന്നല്ല പറഞ്ഞത്, ആയിക്കോട്ടെ നീ ഒരു സർപ്പായി തീര് എന്ന് പറയാണ്. അപ്പൊ ഈ സർപ്പശബ്ദത്തിന് ക്രിയാപദമായിട്ട് വരുന്ന സമയത്ത് സംസ്കൃതത്തിൽ അങ്ങനെ കുറെ വിശേഷതകളുണ്ടല്ലോ. സർപ്പശബ്ദത്തിന് ക്രിയാപദമായിട്ട് വരുന്ന സമയത്ത് വേഗം ഗത്യർത്ഥത്തിൽ വരും, വേഗം നടക്കുക എന്നുള്ള രീതിയിൽ. അതേസമയം അത് നാമമായിട്ടെടുക്കുമ്പോൾ സർപ്പം, ഉരകം, പാമ്പ് എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പോൾ വേഗം നടക്കാൻ നഹുഷൻ പറഞ്ഞ സമയത്ത് മഹർഷി തിരിച്ചു പറഞ്ഞത് നീ ഒരു പാമ്പായി തീരട്ടെ എന്ന് പറയണു. അങ്ങനെ പല്ലക്കിൽ നഹുഷ ദേവേന്ദ്രനാണ് കയറിയതെങ്കിൽ കൂട്ടിയിട്ട് പല്ലക്കിൽ നിന്ന് ഇറങ്ങിയത് വലിയൊരു പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പായിട്ട് പിന്നീടത് യുധിഷ്ഠിരനെ കണ്ടുമുട്ടിയിട്ട് ആ സർപ്പശരീരത്തിൽ നിന്ന് മോചനം നേടുന്ന കഥയൊക്കെ വരുന്നു. അപ്പൊ കർമ്മങ്ങളുടെ ഗഹനാ കർമ്മണോ ഗതി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്ന ആ കർമ്മത്തിന്റെ ഗതിയെ കുറിച്ചിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു ഈ യയാതി സിംഹാസനത്തിലേറാനുള്ള കഥ എന്നുള്ളത് ആദ്യം കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ യയാതി രാജ്യം ഭരിക്കുകയാണ്. വളരെ നല്ല ആളായിരുന്നു യയാതി. അങ്ങനെയുള്ള യയാതി രാജ്യം ഭരിച്ചു. ജ്യേഷ്ഠനായിട്ടുള്ള യതി വിരക്തനായി തീർന്നു. താഴെയുള്ള ആളുകൾ 4 പേരുണ്ട്. 4 ദിക്കുകളുടെയും ഭരണ ചുമതല അദ്ദേഹം അവരെയൊക്കെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അവര് 4 ഭാഗത്തും ആ ഭരണ ചുമതലകളൊക്കെ ഏൽപ്പിച്ചു. നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്ന കാലത്ത് അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം 2 പേരെ വിവാഹം കഴിക്കുന്നുണ്ട് എന്ന് പറയണം. അത് ഒന്ന് അസുര രാജാവായിട്ടുള്ള വൃഷപ്രവാവിൻ്റെ മകള് ശർമ്മിഷ്ഠ, അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യയുടെ മകളായിട്ടുള്ള ദേവയാനി. ഇവർ 2 പേരെയും വിവാഹം കഴിച്ച് സുഖമായിട്ട് താമസിച്ചു എന്ന് പറയാണ്. അപ്പോൾ അവിടെ ഒരു സംശയം തോന്നുകയാണ് പരീക്ഷത്തിന്. അല്ല, ഈ ശർമ്മിഷ്ഠയെ വിവാഹം കഴിച്ചത് ശരി, അസുര രാജാവാണ്, ശർമ്മിഷ്ഠയെ വിവാഹം കഴിച്ചതിന് വലിയ കുഴപ്പം പറയാനില്ല. പക്ഷെ ദേവയാനിയെ വിവാഹം കഴിച്ചത് എങ്ങനെ ശരിയാവുക എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താ? വിവാഹ പ്രതിലോമക, പ്രതിലോമമായിട്ടുള്ളൊരു വിവാഹമല്ലേ, വിപരീതമായിട്ടുള്ളൊരു വിവാഹമല്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം ക്ഷത്രിയനാണ് യയാതി, ദേവയാനിയാണെങ്കിൽ ബ്രാഹ്മണ കന്യകയാണ്. അപ്പം ഇത് പ്രതിലോമമായിട്ടുള്ളതാണ്. ശരിക്ക് നമ്മുടെ ശാസ്ത്രപ്രകാരം ഇതിനൊക്കെ വളരെ വിശേഷമായിട്ടുള്ള രീതിയിൽ ധർമ്മശാസ്ത്രങ്ങൾ ഇതിനൊക്കെ പ്രത്യേകമായിട്ട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയല്ലേ ആവേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ച് തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം ഭഗവത്ഗീതയിൽ നമ്മൾ നോക്കിയാൽ തന്നെ മോഹാവിഷ്ടനായിട്ടുള്ള അർജുനൻ പോലും ആദ്യം പറയുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ അസാമ്പ്രദായമായിട്ടുള്ള രീതിയിൽ ഈ വിവാഹവും ബാക്കിയുള്ളതൊക്കെ വരുന്ന സമയത്ത്, കാരണം ലോക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. ആ ഗൃഹസ്ഥാശ്രമത്തിനെ ആചാര്യന്മാരൊക്കെ ഒരു വലിയ വടവൃക്ഷത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. വളരെ വലിയൊരു വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് വിശ്രമിക്കാം. ആ വൃക്ഷത്തിൽ ധാരാളം പക്ഷികൾക്കും അതുപോലെ മറ്റുള്ള കുഞ്ഞു മൃഗങ്ങൾക്കും, എണ്ണാൻ തുടങ്ങിയിട്ടുള്ള അവർക്കും മൃഗങ്ങൾക്കും ഒക്കെ സുഖമായിട്ട് താമസിക്കാം. അതിൽ നിന്നുള്ള പഴങ്ങളൊക്കെ പക്ഷികൾക്കും മറ്റുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ എല്ലാ തരത്തിലും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വൃക്ഷം പോലെയാണ് ഗൃഹസ്ഥാശ്രമം സമൂഹത്തിൽ എന്നുള്ളത്. വളരെ മഹത്തായിട്ടുള്ള ഉദാത്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ആചാര്യന്മാർ ഗൃഹസ്ഥാശ്രമത്തിന് കൊടുത്തിട്ടുള്ളത്. സമൂഹം നന്നാവണം എന്നുണ്ടെങ്കിൽ ഗൃഹസ്ഥൻ നന്നായി തീരണം എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് അത്രയും മഹാത്മ്യം കൊടുക്കാൻ കാരണം. ഗൃഹസ്ഥൻ നന്നായി കഴിഞ്ഞാലേ സമൂഹം നന്നാവൂ. കാരണം ബ്രഹ്മചാരി ജനിക്കുന്നത് ഒരു വീട്ടിലാണ്, ഒരു ഗൃഹത്തിലാണ് ഒരു ബ്രഹ്മചാരി ജനിക്കുന്നത്. ഒരു ഗൃഹസ്ഥനായിത്തീരുന്ന ആ ബ്രഹ്മചാരി പിന്നീട് ഗൃഹസ്ഥനായിത്തീരുന്നു. ആ ഗൃഹസ്ഥനായിത്തീരുന്ന ഗൃഹസ്ഥൻ തുടങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതും ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ്. ഗൃഹസ്ഥനായി കഴിഞ്ഞതിന് ശേഷം വാനപ്രസ്ഥനാവുന്നു. ഈ വാനപ്രസ്ഥനായിട്ടുള്ള ആളും ആചരിക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങളാണ് സംസ്കാരം എന്നുള്ളത്. ഈ സംസ്കാരങ്ങൾ കിട്ടേണ്ടത് എവിടെ നിന്നാണ്? അദ്ദേഹത്തിനും ഗൃഹസ്ഥനിൽ നിന്നാണ്. ക്രമപ്രകാരമായിട്ടുള്ള സന്യാസം അഥവാ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ടുള്ള സന്യാസമാണെങ്കിലും ആ സന്യാസത്തിനും ആചാരശുദ്ധി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സംസ്കാരശുദ്ധി ഉണ്ടായിരിക്കണം. ആ സംസ്കാരവും കിട്ടേണ്ടത് ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ്. അപ്പം ഈ ശൈശവേ അഭ്യസ്ത വിദ്യാനാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വളരെ ശൈശവ അവസ്ഥയിൽ തന്നെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയാണ് മുതിർന്ന് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ, സമൂഹത്തിനും അതുപോലെ അവനവനും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരാളായി മാറുന്നത്. അപ്പം ആ ഒരു കുട്ടിക്ക് വേണ്ട സംസ്കാരങ്ങളും വിദ്യയും കിട്ടേണ്ടത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അപ്പം അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമം ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു ആശ്രമമാണ് എന്ന് പറയാൻ കാരണം. അപ്പം ആ ഗൃഹസ്ഥാശ്രമത്തിൽ വർണ്ണങ്ങൾക്ക് അനുരൂപമായിട്ട് വിവാഹത്തിനും വിധിയുണ്ട്. എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്, ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്, അവരവരുടെ കുലത്തിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അതിൻ്റെ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള വിവാഹവിധികൾ എന്തിനു വേണ്ടിയിട്ടാണ് ശാസ്ത്രം വിധിക്കുന്നതെന്നാണെങ്കിൽ ആ ആചാരങ്ങളും ധർമ്മവും നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്താണ് അർജുനൻ പറയുന്നത്? കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതനാഹ. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ആചാരങ്ങളെ ഒന്നും പാലിക്കാത്ത ആളുകൾ വരികയാണെങ്കിൽ എന്തായിരിക്കും? വളരെ കാലങ്ങളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന ധർമ്മം നശിക്കും എന്നുള്ളതാണ്. ധർമ്മം നശിക്കുകയോ അല്ലെങ്കിൽ ധർമ്മം എങ്ങനെ നശിക്കുക എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ചുറ്റുഭാഗത്തും നമ്മൾ നോക്കിയാൽ മതി, അല്ലേ? ഇന്നത്തെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി, നമുക്കറിയാൻ കഴിയും. പഞ്ചമഹായജ്ഞങ്ങളിൽ വളരെ വിശേഷമായിട്ട് നമ്മളോട് ശാസ്ത്രം പറയുന്നുണ്ട്. ഗൃഹസ്ഥാശ്രമത്തിൽ ഉപേക്ഷിക്കാൻ കഴിയാത്തതായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. പഞ്ചമഹായജ്ഞങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഭഗവത്ഗീത എന്ന് പറഞ്ഞ ഒരൊറ്റ ഗ്രന്ഥം തന്നെ ദിവസവും വായിക്കുന്ന അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടാവും എന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേരും ഇതിനോട് ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള സത്സംഗങ്ങളും ബാക്കിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ വായിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ പുറമെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ദിവസവും മുടങ്ങാതെ നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം എന്ന് വേദം നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അറിവ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം, തലമുറകളായിട്ട് പകർന്നു വന്നിട്ടുള്ള ഈ സംസ്കാരം സ്വാധ്യായ പ്രവചനങ്ങളിൽ കൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നീ വരെയുള്ള തലമുറയ്ക്കും കിട്ടിയിട്ടുള്ളത് നിന്റെ പൂർവികരായിട്ടുള്ള ആളുകൾ പകർന്നു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീയും ഒരു കാലത്തും ഈ സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത് എന്ന് ശാസ്ത്രം നമ്മളോട് പറയണം. കാരണം തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതൗ. ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, തൻ്റെ കർത്തവ്യ അകർത്തവ്യങ്ങളെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് ശാസ്ത്രങ്ങളിൽ നിന്നാണ്. ആ ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കണം. പഠിച്ചത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ അറിയാത്ത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് നമ്മുടെ കർത്തവ്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ അറിവും നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. പക്ഷേ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, കാലത്തിൻ്റെ കുത്തൊഴുക്കിലാവാം, എന്തായാലും ശരി, ഇതിൻ്റെയൊക്കെ ലോപം
നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചതും ആ സംഭവിച്ച ലോപം കൊണ്ട് നമ്മുടെ സമൂഹത്തിലും നമുക്കെല്ലാവർക്കും വന്നിട്ടുള്ള അനർത്ഥങ്ങളും നമ്മൾ ഇന്ന് ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുലധർമ്മം കൊണ്ട് കുലധർമ്മം നശിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നതെന്നുള്ളത് നമുക്കധികം പറയാതെ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വിശേഷമായിട്ടുള്ള ഈ ഒരു ചോദ്യം പരീക്ഷത്ത് ചോദിച്ചിട്ടുള്ള പ്രതിലോമമായിട്ടുള്ള ഈ വിവാഹം എങ്ങനെയാണ് സംഭവിച്ചത്, അത് സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കഥ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ അസുര രാജാവായിരുന്നു, അല്ലെങ്കിൽ അസുരന്മാരുടെ ആ സമയത്തെ ചക്രവർത്തിയാണ് വൃഷപർവാവ്. അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, ശർമ്മിഷ്ഠ. നല്ല രാജകുമാരിയാണ്, സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. ഏകദേശം അവളുടെ പ്രായത്തിൽ തന്നെയാണ് അവരുടെ അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ മകള്. ആ കുട്ടിയുടെ പേരാണ് ദേവയാനി. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. എല്ലായ്പ്പോഴും ഒരേ പ്രായത്തിലുള്ളവരാണ്. അപ്പോൾ എവിടെ പോകുമ്പോഴും രണ്ടുപേരും ഉണ്ടാവും കൂട്ടുകാരായിട്ട്. വളരെ ബഹുമാനമാണ് ഈ ശർമ്മിഷ്ഠയ്ക്ക് ദേവയാനിയോട്, കാരണം ഗുരുപുത്രിയാണ്. പക്ഷേ ദേവയാനിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേശം ഒരു അഭിമാനവും അതോടൊപ്പം കുറച്ച് അഹങ്കാരമൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ഈ ദേവയാനി. അങ്ങനെ ഒരു ദിവസം ഇവർ അടുത്തുള്ള ഒരു ഉപവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രാജകൊട്ടാരത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉപവനങ്ങളൊക്കെ ഉണ്ട്. കുറേ തോഴിമാരുണ്ട്, 1000 തോഴിമാരൊക്കെ ഉണ്ട്. ആ തോഴിമാരോടൊക്കെ കൂടിയിട്ട് അവരെല്ലാവരും അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ അവിടെ പോയപ്പോഴാണ് അവിടെ വളരെ വലുതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള തടാകം കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളാണ്, അവർക്ക് തോന്നി നമുക്ക് ഈ ഇതിലിറങ്ങി കുളിക്കാം എന്ന് തോന്നുകയാണ്. അങ്ങനെ ഇറങ്ങി കുളിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ വളരെ സന്തോഷം തോന്നി അവർക്ക് ആ വെള്ളത്തിലുള്ള കുളിയും ബാക്കിയൊക്കെ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ തെറിപ്പിച്ച് അങ്ങനെ ആർത്തുല്ലസിച്ച് എല്ലാവരും കൂടി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് മഹാദേവനും പാർവതീദേവിയും വൃഷസ് ആരൂഢരായിട്ട്, അല്ലെങ്കിൽ അവരുടെ വാഹനത്തിൻ്റെ പുറത്ത് കയറിയിട്ട് അവർ ആ വഴിക്ക് സഞ്ചരിക്കുന്നത് കണ്ടത്. കണ്ടപ്പോഴേക്ക് പെട്ടെന്ന് പരിഭ്രമായി. ഇതെങ്ങനെ കുട്ടികൾ കുളിച്ചിരുന്നത്? തീരെ ന്യസ്യ ദുകൂലാനി, വസ്ത്രങ്ങളൊക്കെ കരയ്ക്ക് അഴിച്ചു വെച്ചിട്ടാണ് കുളിച്ചിരുന്നതേ. അപ്പോൾ അതുകൊണ്ട് അല്പവസ്ത്രധാരികളായിട്ടാവും കുളിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും വസ്ത്രങ്ങളൊക്കെ അഴിച്ച് കരയ്ക്ക് വെച്ചിട്ടാണ് ഇവർ കുളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാദേവനും പാർവതീദേവിയും കൂടി കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ വേഗം ചാടി കയറി പരിഭ്രമിച്ച് കരയ്ക്ക് കയറി വസ്ത്രം ഉടുക്കുകയാണ്. പക്ഷെ വസ്ത്രം ഉടുത്ത സമയത്ത് ചെറിയൊരു അബദ്ധം പറ്റി. അല്ലെ, പെട്ടെന്ന് പരിഭ്രമിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണല്ലോ. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർമ്മിഷ്ഠയാണ് ആദ്യം കയറി വസ്ത്രം എടുത്തത്. പരിഭ്രമത്തിൽ ദേവയാനിയുടെ വസ്ത്രം എടുത്ത് മാറി ഉടുത്തു. അത്രേ ഉണ്ടായിട്ടുള്ളൂ, വേറൊന്നും ഉണ്ടായിട്ടില്ല. ദേവയാനിയുടെ വസ്ത്രം ശർമ്മിഷ്ഠ ഉടുത്തു. ദേവയാനി ഇത് കണ്ടു. ദേവയാനിക്ക് സഹിച്ചില്ല. ദേവയാനി വളരെ ദേഷ്യത്തിലായി. ദേവയാനിയുടെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി ദേഷ്യം കൊണ്ട്. അങ്ങനെ ആ ദേഷ്യം വന്ന് ശർമ്മിഷ്ഠയെ കഠിനമായിട്ട് അധിക്ഷേപിക്കുകയാണ്. കണ്ടില്ലേ ഇവളുടെ, ആ തോഴിമാരോടൊക്കെ കൂടിയിട്ട് പറയാണ്, കണ്ടില്ലേ ഇവളുടെ അതിക്രമം, ഇവളെന്താ വിചാരിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അപ്പം അത്രയൊക്കെ ഗൗരവം വന്നപ്പോഴാണ് ശർമ്മിഷ്ഠയും നോക്കുന്നത്. സംഭവം ശരിയാ, ഒരേപോലെയുള്ള ഏകദേശമൊക്കെ വസ്ത്രങ്ങളായിരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും പെട്ടെന്ന് അബദ്ധത്തിൽ മാറി വരുന്നത്. ശുനീവ ഹവിരധ്വരെ, ഇവളുടെ ഈ ഭാവം കണ്ടില്ലേ, ഒരു നായ, യജ്ഞശാലയുടെ 4 ഭാഗവും അല്ലെങ്കിൽ പുറത്തു കൂടെ നടക്കുന്ന ഒരു നായ ആ യജ്ഞശാലയിൽ കയറിയിട്ട് ഹവിസ് കഴിക്കണം എന്നുള്ള ആഗ്രഹം നായക്ക് തോന്നി എങ്ങനെയുണ്ടാവുക? അതുപോലെയല്ലേ ഇവളുടെ ഈ പ്രവൃത്തി. ഞങ്ങൾ ആരാണ്? ബ്രാഹ്മണരാണ്. ബ്രാഹ്മണ സ്ത്രീ ആയിട്ടുള്ള എൻ്റെ വസ്ത്രം ഇവളെടുത്ത് ഉടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു അപമാനം വേറെ വല്ലതും ഉണ്ടോ? കഷ്ടം. എങ്ങനെ ഇതൊക്കെ ഉണ്ടാവുക? ഞങ്ങളാണെങ്കിൽ ഭാർഗവ ഗോത്രത്തിലുള്ളവരാണ്. മാത്രമല്ല ബ്രാഹ്മണോസ്യ മുഖമാസീത്, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിരാട് പുരുഷനായിട്ടുള്ള ഭഗവാന്റെ മുഖത്തിൽ നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ളവരാണ്. വേദം സ്വരൂപമായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ഞങ്ങളുടെ വസ്ത്രം അധമയായിട്ടുള്ള ഇവളെ എടുത്ത് ഉടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കലശലായിട്ട് അധിക്ഷേപിക്കുകയാണ്. ശർമ്മിഷ്ഠ ഇതൊക്കെ കേട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. പറയാനുള്ളതൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ച് ശർമ്മിഷ്ഠ മിണ്ടാതിരുന്നു.
അങ്ങനെ ഇവളുടെ ദേവയാനിയുടെ അധിക്ഷേപമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ സമയത്ത് ഈ ശർമ്മിഷ്ഠം മിണ്ടാതിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ക്ഷമിച്ചിട്ടല്ല കേട്ടോ. കോപം അങ്ങനെ അടക്കി പിടിച്ചിട്ടാണല്ലേ. പൊതുവെ അറിയാം, രണ്ട് സ്ത്രീകൾ കൂടി വഴക്കൂടുമ്പോൾ എന്താ ഉണ്ടാവുക നമുക്കൊക്കെ അറിയാം അല്ലേ. ഒന്നും പറയണ്ട, ഇതന്നെയാണ്. ഈ ശർമ്മിഷ്ഠ അങ്ങനെ മിണ്ടാണ്ടെന്നിട്ട് അവസാനം ഉണ്ടല്ലോ ഒരു പെൺപുലിയെ പോലെ ഇങ്ങോട്ട് ചീറ്റി വരികയാണ് ചെയ്യണത്. ആ പറയുന്നതോ കഥസേ ബഹു ഭിക്ഷുക്കി എന്ന് പറയണത്. എടി ഭിക്ഷക്കാരി, നീ ഇത്രയൊക്കെ എന്താ ഈ പറയണത്? നീ ഇത്ര വലിയ കുലഗോത്രവും ബാക്കിയൊക്കെ പറഞ്ഞു, എന്നിട്ടോ നായി കാക്കയൊക്കെ വാതിൽക്കൽ വല്ലതും കിട്ടുമോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നത് പോലെയല്ലേ നിന്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ വന്ന് കാവൽ നിൽക്കണത് നീയും നിന്റെ അച്ഛനും. കാവൽ നിൽക്കല്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണോ നീ ഇത്രയൊക്കെ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് ശർമ്മിഷ്ഠ അങ്ങോട്ട് തുടങ്ങി ദേവയാനിയുടെ കുറച്ചൊന്ന് ഒതുങ്ങിയപ്പോൾ. മാത്രമല്ല, ശർമ്മിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയ രക്തമാണ് ശർമ്മിഷ്ഠയുടെ. പെട്ടെന്ന് തണുക്കില്ല അല്ലേ, ചൂടായി കഴിഞ്ഞ് പെട്ടെന്ന് തണുക്കില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ശർമ്മിഷ്ഠയുടെ ദേഷ്യമൊന്നും തീർന്നില്ല. ശർമ്മിഷ്ഠ പറഞ്ഞു, പിടിക്കടി ഇവളെന്ന് പറയാണ് തോഴിമാരോട്. രാജകുമാരിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തി തോഴിമാരെല്ലാവരും കൂടി പിടിച്ചിട്ട് എന്ത് ചെയ്തു, ദേവയാനിയുടെ വസ്ത്രമൊക്കെ അഴിച്ചെടുത്തിട്ട് അവിടെ അടുത്തൊരു കിണറുണ്ടായിരുന്നു, പൊട്ടക്കിണർ എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു കിണർ. ആ കിണറ്റിലേക്ക് പിടിച്ചിട്ട് തള്ളിയിട്ട് അവിടെ കിടക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ കിണറ്റിലേക്ക് തള്ളിയിട്ടിട്ട് ഇവരെല്ലാവരും ഒന്നും അറിയാത്ത മാതിരി പോയി. ഇവരുടെ കാര്യം നോക്കണേ ഭയങ്കരമാണ് അല്ലേ. ഒന്നും അറിയാത്ത മാതിരി കൊട്ടാരത്തിലേക്കും പോയി. അപ്പം ചോദിച്ചിട്ടുണ്ടാവും അവിടുന്ന് ആരെങ്കിലും, ദേവയാനി ഉണ്ടായിരുന്നല്ലോ കൂടെ, എവിടെ ദേവയാനി എവിടെ പോയെന്ന്. ഞങ്ങൾ കണ്ടില്ല, ഇങ്ങോട്ട് വന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആരും അറിഞ്ഞില്ലൊന്നും പറയാത്ത രീതിയിൽ അങ്ങനെ നടക്കാൻ തുടങ്ങി. ദേവയാനിയെ കാണാനില്ല. അപ്പോൾ ഈ കൊട്ടാരമല്ലേ, ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, ദേവയാനി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. അവർ കൊട്ടാരത്തിൽ അങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കിണറ്റിൽ വീണ ദേവയാനിയുടെ കാര്യം എന്താ നോക്കണ്ടേ? നിവൃത്തിയൊന്നുമില്ല. എന്താ ഇപ്പോൾ കിണറ്റിൽ വസ്ത്രമൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ്, കയറി പോരാൻ വഴിയൊന്നുമില്ല. അങ്ങനെ വഴിയൊന്നുമില്ലാണ്ട് കിണറ്റിൽ അങ്ങനെ കിടക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള യയാതി രാജാവ്, അദ്ദേഹം ഒരു നായാട്ടിന് ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. രാജാക്കന്മാരുടെ വിനോദമാണല്ലോ ഈ നായാട്ട്. അങ്ങനെ ആ നായാട്ടിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായിട്ടുള്ള യയാതി ഇടയ്ക്ക് വെച്ച് വഴി തെറ്റ് അല്ലെങ്കിൽ കൂട്ടത്തു നിന്നൊക്കെ മാറി തനിച്ചായിട്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ് കാട്ടുകൂടെ. അപ്പോൾ കുറേ സമയത്ത് ഈ മൃഗങ്ങളുടെ പുറകെയുള്ള ഓട്ടവും ബാക്കിയൊക്കെ ആയിട്ട് നല്ല ക്ഷീണമുണ്ട്, ദാഹമുണ്ട്. അങ്ങനെയൊക്കെ രാജാവ് പിന്നെ നായാട്ടിൻ്റെ ശ്രദ്ധയൊക്കെ മാറിയിട്ട് കുറച്ച് വെള്ളം കിട്ടിയാൽ കുടിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആ കാട്ടിലങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എവിടെ പോയാലാ വെള്ളം കിട്ടുക, ഒന്നും വഴിയൊന്നുമില്ല, കിട്ടിയിടത്തുനിന്ന് കുടിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കിണർ കണ്ടത്. അപ്പോൾ കിണർ കണ്ട സമയത്ത് അതിൽ വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കണ്ടത് വെള്ളമല്ല, മറിച്ചോ ദേവയാനി അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു കന്യക ആ കിണറ്റിൽ കിടക്കുന്നത് കണ്ട ഉടനെ തന്നെ രാജാവിന് പാവം തോന്നി അല്ലേ. ഒരു പെൺകുട്ടി ഒരു കിണറ്റിൽ വീണ് കിടക്കുകയാണ്, വസ്ത്രമൊന്നുമില്ല. കിണറ്റിൽ വീണ് കിടക്കുകയാണെങ്കിൽ കൂടിയിട്ട് നോക്കിയും കണ്ടൊക്കെ വലിച്ചു കയറ്റിയില്ലെങ്കിൽ ഇനി വരാൻ പോണ അപകടങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. എല്ലായിടത്തും ദയ തോന്നിയാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. രാജാവ് പാവം എന്ത് ചെയ്തു, രാജാവ് ഇത്രയ്ക്കൊന്നും അപകടമൊന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവും അവിടെ കിടന്നോട്ടെ എന്ന് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും രാജാവ് വിചാരിച്ചു വസ്ത്രമൊന്നും ഇല്ലാണ്ട് കിടക്കുകയല്ല, തൻ്റെ ഉത്തരീയ വസ്ത്രം ഇട്ടുകൊടുത്തു. എന്നിട്ട് ഈ കുട്ടിയെ വലിച്ച് കരയ്ക്ക് കയറ്റി ആ സമയത്ത് ദേവയാനി പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. എവിടേക്ക് എന്ന് ചോദിക്കുക. അല്ല, ഞാൻ ഇപ്പം അങ്ങയുടെ ഭാര്യയായില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത് കിണറ്റിലോ വഴിയിലൊക്കെ കിടക്കുന്ന ആളുകൾ സൂക്ഷിച്ചും കണ്ടും കരയ്ക്ക് കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. യാതിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവം. അല്ല, അങ്ങ് വസ്ത്രം തന്നു അല്ലേ, കൈ പിടിച്ച് കയറ്റുകയും ചെയ്തു. പാണിഗ്രഹണം, വസ്ത്രദാനം വിവാഹത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ചടങ്ങുകളാണ് അല്ലേ. പിന്നെ 3 ചുറ്റ്, അത് പിന്നെ ചുറ്റാന്നാണ് പറയണത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ചുറ്റൽ തന്നെയായിരിക്കും. അതിപ്പോൾ ചുറ്റണ്ട, പിന്നെ ചുറ്റാന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ചുറ്റൽ കഴിഞ്ഞില്ല എന്നുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയണം. ആദ്യം അന്തം വിട്ടിട്ടുണ്ടാവും സംഗതി അല്ലേ. കിണറ്റിൽ കിടക്കുന്ന ഒരു കുട്ടിയെ വലിച്ച് കയറ്റിയപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപകടം തന്നെയാണ്. എന്താണെങ്കിലും അപ്പം യയാതി പറഞ്ഞു, അതേ സംഗതി ശരിയാവില്ല, നീ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്, ഞാൻ വസ്ത്രം തന്നു കരയ്ക്ക് കയറ്റി എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ നീ ശുക്രാചാര്യരുടെ മകളാണ്, ബ്രാഹ്മണ സ്ത്രീയാണ്,
ഞാൻ ക്ഷത്രിയനാണ്, ഇത് ശരിയാവില്ല എന്ന് പറയണം. അപ്പം അതിന് ഈ ദേവയാനി കൗശലക്കാരിയും കൂടിയാണേ. അപ്പോൾ ദേവയാനി പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബ്രാഹ്മണർ ഭർത്താക്കന്മാരായി വരില്ല എന്ന് കജൻ്റെ ശാപമുണ്ട് പണ്ടത്തിന്. അതിനെ ക്ഷത്രിയരാരെങ്കിലും വിവാഹം കഴിക്കുമോ, അതുകൊണ്ട് അങ്ങ് പേടിക്കണ്ടെന്ന് പറയണം. അപ്പം ഈ ദേവയാനിക്ക് അങ്ങനെ ആദ്യത്തെ അനുഭവമൊന്നും അല്ല ഇങ്ങനെയുള്ളതൊന്നേ. അപ്പം അത് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. കജൻ്റെ ശാപം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എവിടെ നിന്നപ്പോൾ ഈ കജൻ വന്ന് അങ്ങോട്ട് ശപിച്ച് വെറുതെ അങ്ങോട്ട് ശപിച്ചു പോവുക? അങ്ങനെയല്ല, അതിനൊരു കഥയുണ്ട്. ഈ അസുരന്മാരെക്കാളും ദേവന്മാരെക്കാൾ കൂടുതലായിട്ട് ഒരു കാര്യത്തിൽ അസുരന്മാർ മുൻപിലായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവന്മാർക്ക് അറിയാത്തതായിട്ടുള്ള മൃതസഞ്ജീവനി വിദ്യ അസുരന്മാർക്ക് അറിയായിരുന്നു ആദ്യം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടല്ലേ. എത്ര എണ്ണം മരിച്ചു കഴിഞ്ഞാലും അസുരന്മാരുടെ സംഖ്യ കുറയില്ല. കാരണം എന്താണ്? എല്ലാറ്റിനെയും പെറുക്കിയെടുത്ത് കൊട്ടയിലിട്ട് കൊണ്ടുവരും. ശുക്രാചാര്യരും മന്ത്രം ജപിച്ച് വെള്ളം തളിക്കി ഇതൊക്കെ എണീറ്റ് പോവും. സംഗതി വലിയ അപകടമായി. ദേവന്മാർക്ക് അങ്ങനെയല്ല. അപ്പോൾ ഈ സംഗതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അസുരന്മാരോട് പോയിട്ട് വിദ്യ പഠിക്കണം എന്ന് പറഞ്ഞാൽ ദേവന്മാരെ കണ്ടാലേ കയ്യും കാലും തല്ലി ഓടിക്കാൻ നടക്കുന്ന അസുരന്മാർ പറഞ്ഞു കൊടുക്കൂല. അപ്പോൾ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവസാനം ഒരു വഴി കണ്ടെത്തി. അതെന്താ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കജനെ പറഞ്ഞു വിടാം. കജൻ എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയുടെ പുത്രനാണ്. ഈ വിദ്വാനെ പറഞ്ഞു വിടാം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട് ആരെടുത്താണെങ്കിലും നമുക്ക് പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിദ്യ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി. അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ശിഷ്യനായിട്ട് കജനെ വിടാം എന്ന് തീരുമാനിച്ചു. നേരെ ശുക്രാചാര്യരുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ശുക്രാചാര്യരുടെ അടുത്ത് കജൻ ശിഷ്യനായിട്ട് പോകുന്നു, മൃതസഞ്ജീവനി വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ട്. ശുക്രാചാര്യർക്കറിയാം ഇവൻ ഇത് പഠിക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്നുള്ളത് ശുക്രാചാര്യർക്കറിയാം. അതുകൊണ്ട് അത് മാത്രം പഠിപ്പിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. കാരണം സൂത്രക്കാരനാണല്ലോ. അങ്ങനെ കജൻ അവിടെ നിന്നുകൊണ്ട് വിദ്യ പഠിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ കുറച്ച് ആടുകളും പശുക്കളും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ നോക്കലാണ്. പണ്ട് ഗുരുകുലത്തിൽ അങ്ങനെയാണല്ലോ, ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. ഇന്നത്തെ മാതിരി ഹൈടെക് അല്ല പണ്ടത്തെ ഗുരുകുലം. അപ്പം അതുകൊണ്ട് അത്യാവശ്യം പശുക്കളെയും ആടുകളൊക്കെ മേയ്ക്കുക, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഈ പശുക്കളെ നോക്കാൻ പോകും ഈ കജനാണെങ്കിൽ നന്നായിട്ട് പാട്ടുപാടും, അസലായിട്ട് മാല കെട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അപ്പം അങ്ങനെ ഈ കജൻ അവിടെ നിൽക്കുന്ന സമയത്ത് ദേവയാനിയായിട്ട് വലിയ അടുപ്പായി. ദേവയാനി ഈ കജൻ്റെ പാട്ടും അതുപോലെ ഈ മാലകെട്ടലും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കജനോട് വലിയ ഇഷ്ടമായി. കജനാണെങ്കിൽ ദേവയാനിയെ പിണക്കാൻ പറ്റില്ല, അല്ലേ? ഗുരുപുത്രിയാണ്. ദേവയാനിയെ പാട്ടിലാക്കിയാലേ തൻ്റെ കാര്യം നടക്കുള്ളൂ എന്നുള്ള കജനറിയാം. അപ്പം ഈ ദേവയാനിയുടെ അനുരാഗത്തിന് കജൻ കൂട്ടുനിന്നു, അല്ലെങ്കിൽ കജൻ അതേപോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ കടുത്ത പ്രേമായി, രണ്ടുപേരും കൂടി വലിയ പ്രേമായി. അസുരന്മാർക്കും ഈ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ വിദ്വാൻ ഇവിടെ വന്നിട്ടുള്ളത് വെറുതെ ഒന്നുമല്ല, ഇവൻ നമുക്ക് ഇത് വിദ്യ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും ഭാവിയിൽ. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ശരിയാക്കണം എന്നുള്ളത് അസുരന്മാരും തീരുമാനിച്ചു. ശുക്രാചാര്യർക്ക് അതിനെതിരൊന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ തടസ്സം എന്താണുള്ളത്? ദേവയാനിയാണ്. ദേവയാനി വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം എങ്ങനെയെങ്കിലും ഇവരാരും അറിയാതെ ഈ വിദ്വാനെ ശരിയാക്കണം എന്ന് വിചാരിച്ചിട്ട് അസുരന്മാർ അതിനുള്ള പുറപ്പാടൊക്കെ തുടങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരൊരു ദിവസം പശുക്കളെ മേയ്ക്കാൻ പോയിട്ടുള്ള ഈ കജനെ ശരിയാക്കി കൊന്നുകളഞ്ഞു. തിരിച്ചു വരേണ്ട സമയത്ത് കജനെ കാണാനില്ല. കജനെ കാണാതെ ആകെ വിഷമം ആർക്കാണ്ടായത്? ദേവയാനിക്കാണ്. വലിയ വിഷമായി. അപ്പോൾ ദേവയാനി ആകെ പരിഭ്രമിച്ച് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അന്വേഷിച്ച് നടന്നു, കാണാനില്ല. അവസാനം അച്ഛൻ്റെ അടുത്ത് പരാതിയും കൊണ്ടുവരികയാണ്. കജനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കരച്ചിലായി, ബഹളമായി. അപ്പോൾ ഈ ദേവയാനി പറയുന്നുണ്ട്, ഈ ആളുകൾ ശരിയല്ല, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവസാനം വേറെ വഴിയൊന്നുമില്ലാണ്ട് മകളുടെ നിർബന്ധപ്രകാരം ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് വിളിക്കുകയാണ്. അപ്പോഴോ മരിച്ചു പോയിട്ടുള്ള കജൻ തിരിച്ചു വരികയാണ്. അങ്ങനെ ജീവനോട് കൂടി തിരിച്ചു വന്നു. വലിയ സന്തോഷമായി ദേവയാനിക്ക്. തൻ്റെ പ്രാണപ്രിയനായിട്ടുള്ള കജൻ തിരിച്ചു വന്നോട് കൂടിയിട്ട് വലിയ സന്തോഷമായി. കജനും സന്തോഷമായി. വീണ്ടും അങ്ങനെ കഴിയുകയാണ്.
ഇപ്പം അസുരന്മാർക്ക് തീരെ നിവൃത്തിയില്ലാണ്ടായി, കൊന്നു കഴിഞ്ഞാലും രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ വീണ്ടും അവർ പല പ്രാവശ്യവും ചെയ്യുന്നുണ്ട്. വീണ്ടും പല പ്രാവശ്യവും അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പതിവ് പോലെ തന്നെ ദേവയാനി അവസാനം വന്ന അച്ഛനോട് പരാതി പറയും. അച്ഛൻ മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് വിളിക്കും. ഇയാൾ തിരിച്ചു വരുന്നത് ഒരു ചടങ്ങായി മാറിയപ്പോൾ അച്ഛനായിട്ടുള്ള ശുക്രാചാര്യർക്കാണെങ്കിലും ഒരു വലിയ വിഷമം ബാധയായി തീർന്നു. പല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതൊരു ബുദ്ധിമുട്ടായി തീരുക എന്നുള്ള നിലയ്ക്കായി. അസുരന്മാരും മോശക്കാരല്ല, അവരും എന്ത് ചെയ്തു? അവസാനം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവൻ തിരിച്ചു വരാത്ത രീതിയിലൊരു പ്രയോഗം നടത്തണം എന്നൊക്കെ വിചാരിച്ച് ഈ കജനെ കൊന്ന് അവനെ ചുട്ട് ഭസ്മാക്കി എന്ന് പറയുന്നത്. ഭസ്മാക്കിയിട്ട് എന്തോ മദ്യത്തിലോ എന്തൊക്കെ കലക്കിയിട്ടാവാം, എന്താണെങ്കിലും ശുക്രാചാര്യരെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. കേമായില്ലേ, ശുക്രാചാര്യരെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു. അപ്പോൾ അസുരന്മാർ നല്ല യുക്തിപൂർവം ആലോചിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം മന്ത്രം ജപിച്ച് വിളിച്ചു കഴിഞ്ഞാൽ എവിടുന്നാ വരിക? ശുക്രാചാര്യരുടെ ഉള്ളിലാണ്. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശുക്രാചാര്യൻ മരിക്കും. അപ്പം ആ ഒരു കാര്യം ചെയ്യില്ല, ഇവനെ ശല്യം തീർന്നു എന്ന് വെച്ചിട്ടാണ് ഈ അസുരന്മാർ ഈ പണി ചെയ്തിട്ടുള്ളത്. ദേവയാനിക്ക് പഴയതുപോലെ കജനെ കാണാതായപ്പോൾ ആവലാതിയായി, ബഹളായി. എന്താണെങ്കിലും അസുരന്മാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അച്ഛാ മന്ത്രം ജപിക്കച്ചാ, മന്ത്രം ജപിക്കച്ചാ എന്ന് പറഞ്ഞിട്ട് ദേവയാനി ഭയങ്കര ബഹളാണ്. അവസാനം മന്ത്രം ജപിച്ച് ശുക്രാചാര്യർ കജനെ വിളിക്കുകയാണ്. വിളി കേട്ടു. എവിടെന്നാ വിളി കേട്ടത്? ഉള്ളുന്ന. അപ്പം എന്താ ചെയ്യുക? അപ്പോഴാണ് ശുക്രാചാര്യർക്ക് മനസ്സിലായി. പറഞ്ഞു, ദേവയാനി ഇവപ്പം എൻ്റെ അകത്താണ്, മന്ത്രം ജപിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് കജം പുറത്തു വരും, പക്ഷേ ഞാൻ മരിക്കും. ഇത് ദേവയാനിക്ക് സമ്മതിക്കാൻ പറ്റുമോ? ദേവയാനി കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ അവസാനം ശുക്രാചാര്യ ചോദിച്ചു, ഒരു കാര്യം പറയേ, നിനക്ക് കജൻ വേണോ ഞാൻ വേണോ എന്നുള്ളതാണ്. പൊതുവെ പറയാറില്ലേ, ബാലാനാം രോദനം ബലം, അല്ലേ? കുട്ടികളുടെ ഏറ്റവും വലിയ ബലം എന്താ? കരച്ചിലാണ്. എത്ര വലിയ അല്ലേ ശുണ്ഠിക്കാരായിട്ടുള്ള അച്ഛനമ്മമാരാണെങ്കിലും ശരി, ഇവന്മാർ കിടന്ന് കേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിവൃത്തിയൊന്നുമില്ല. അപ്പം അതുപോലെ തന്നെയാണ് ദേവയാനിക്കും ഉണ്ടായത്. ദേവയാനി കിടന്നിട്ട് അവിടെ അച്ഛൻ്റെ മുമ്പിൽ കിടന്ന് വിളിക്കാൻ തുടങ്ങി, അച്ഛാ വിളിക്കച്ചാ വിളിക്കച്ചാ എന്ന് പറയട്ടു. അപ്പം ആരെ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് രണ്ടുപേരും വേണം എന്നുള്ളതാണ്. എന്തു ചെയ്യും? അവസാനം അതിനുള്ള വഴിയും ദേവയാനി എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ വഴി പറഞ്ഞു കൊടുത്ത്? അച്ഛനൊരു കാര്യം ചെയ്യേ, വയറ്റിൽ കിടക്കണ കജന് മൃതസഞ്ജീവനി മന്ത്രം പറഞ്ഞു കൊടുക്കൂ. കജൻ അത് പഠിക്കും. അച്ഛൻ മന്ത്രം ജപിക്കുന്ന സമയത്ത് കജൻ പുറത്തു വരും. അച്ഛൻ മരിച്ചു കഴിഞ്ഞാലും കജൻ മന്ത്രം ജപിച്ച് അച്ഛനെ ജീവിപ്പിക്കും. അവൻ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ലേ, ഉറപ്പൊന്നുമില്ല, ചെയ്യാണ്ടിരുന്നാലോ സംഗതി പോയി, അല്ലേ? മന്ത്രം ജപിച്ചില്ല എന്നുണ്ടെങ്കിൽ കാര്യം തീർന്നു. എൻ്റെ കജേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അല്ലേ? കജൻ അങ്ങനെയാണല്ലോ, കജേട്ടനായില്ലപ്പോൾ. അപ്പോൾ കജേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ ദേവയാനി പറയുന്നുണ്ട്. നിന്റെ ഉറപ്പില്ല ഞാൻ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു കുഴപ്പമില്ല അച്ഛാ, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ശുക്രാചാര്യർ വേറെ വഴിയൊന്നുമില്ല, ഇത് റേഡിയോ തുറന്നു വെച്ച മാതിരി മുമ്പിലിരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം കജനെ മൃതസഞ്ജീവനി മന്ത്രം പഠിപ്പിച്ചു. എന്നിട്ട് മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് കജനെ വിളിക്കുകയാണ്. ശുക്രാചാര്യരുടെ വയറ് പിളർന്ന് ഈ വിദ്വാൻ പുറത്തേക്ക് വന്നു. ശുക്രാചാര്യർ മരിക്കുന്നു. അവ പറഞ്ഞു, വേഗം എൻ്റെ അച്ഛനെ ജീവിപ്പിക്കുക. ആ ശരി, ഗുരു മന്ത്രം പറഞ്ഞു കൊടുത്തതിനുള്ള പ്രത്യുപകാരം ചെയ്യാണല്ലോ. കജൻ വേഗം മൃതസഞ്ജീവനി മന്ത്രമൊക്കെ ജപിച്ച് അച്ഛനെ ശുക്രാചാര്യരെ ജീവിപ്പിച്ചു. ദേവയാനിക്ക് വലിയ സന്തോഷമായി, ശുക്രാചാര്യർക്കും സന്തോഷമായി, കജനും സന്തോഷമായി, അല്ലേ? ഇയാള് അപകടമില്ലാണ്ട് പുറത്തു വന്നതിൻ്റെ പേരിൽ ശുക്രാചാര്യർക്ക് സന്തോഷം, തനിക്ക് മന്ത്രം കിട്ടിയതിൻ്റെ പേരിൽ കജന് സന്തോഷം, രണ്ടുപേരും സുഖമായിട്ട് വന്നു എന്നുള്ളതിൻ്റെ പേരിൽ ദേവയാനിക്ക് സന്തോഷം. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുകയാണ്. കജൻ പക്ഷേ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് തൻ്റെ മുറിയിലേക്കൊക്കെ പോയിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഭാണ്ഡം മുറുക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ ദേവയാനി ചോദിച്ചു, അല്ല എവിടേക്കാ എന്ന് ചോദിച്ചു. ഞാൻ പോണു എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്. ആഹാ, എന്നിട്ട് എന്നോട് പറയാണ്ട് പോവുക എന്ന് ചോദിക്കുക. നിന്നോട് പറഞ്ഞിട്ടാണോ ഞാൻ ഇങ്ങോട്ട് വന്നത്? നിന്നോട് പറയണ്ടല്ലോ, എനിക്ക് കിട്ടിയ ഗുരുനാഥനോട് പറഞ്ഞാൽ പോരെ. അങ്ങനെയൊന്നും ശരിയാവില്ല, ഞാനും ഉണ്ട് എന്ന് പറയാണ്. എവിടേക്ക്? അങ്ങയുടെ കൂടെ ഞാൻ അങ്ങയെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങയെ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലേ? എല്ലാവരും പറയുന്ന സ്ഥിരം നമ്പറാണുള്ളതല്ലേ, നിങ്ങളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിരം ഡയലോഗുകളൊക്കെ ദേവയാനി അടിച്ചു.
കജൻ പറഞ്ഞു, നീ എന്ത് കാര്യമായി പറയണത്? ഞാൻ നിന്നെ ആ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. മാത്രമല്ല, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ? നീ ഗുരുപുത്രിയാണ്. ഗുരുനാഥൻ്റെ പുത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരിയാണ്. അങ്ങനെ ആ സഹോദരിയെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. ഞാൻ എന്താണെങ്കിലും നിന്നെ വിവാഹം കഴിക്കൂല എന്ന് പറയാണ്. കാരണം ഇതല്ലേ സ്വഭാവം. കുറച്ച് ദിവസം കൂടെ വന്നിട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി സ്ഥിരമായിട്ട് കൂടെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതും കൂടി ആലോചിച്ചിട്ടാവും കജൻ പറഞ്ഞിട്ടുണ്ടാവുക. എന്താണെങ്കിലും ശരി, നിന്നെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറയണം. ഇത് കേട്ട സമയത്ത് ദേവയാനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വരികയാണ്. ഇത്രയും നാളും കൂടെ നിന്ന് എന്നെ സ്നേഹിക്കണ രീതിയിൽ കാണിച്ചു പറ്റിച്ച്. അപ്പം കജൻ ചോദിക്കേണ്ടത്, നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ നിന്നെ ഞാൻ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? അതൊന്നുമില്ല, എന്നാലും കണ്ടറിഞ്ഞൂടെ എന്നുള്ളതാണ്. അപ്പം എന്താണെങ്കിലും കാര്യം നടപ്പില്ല എന്ന് കജൻ തുറന്നു പറഞ്ഞു. അവസാനം ദേഷ്യം വന്നിട്ടുള്ള ദേവയാനി ശപിക്കുകയാണ് കജനെ. നിങ്ങൾ പഠിച്ച വിദ്യ നിനക്ക് ഉപയോഗമില്ലാണ്ട പോട്ടെ എന്ന് പറയണം. മുതസഞ്ജീവനി വിദ്യ പഠിച്ചുവല്ലോ, അത് നിനക്ക് ഉപയോഗമില്ലാണ്ട പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ഇത് കേട്ട സമയത്ത് കജന് ദേഷ്യം വന്നിട്ട്, നിനക്ക് ബ്രാഹ്മണര് ഭർത്താവേ ആവാണ്ട പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. അപ്പം ഞാനല്ലേ ഇല്ല എന്ന് പറഞ്ഞുള്ളൂ, നിനക്ക് മേലിൽ ബ്രാഹ്മണരേ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഭർത്താക്കന്മാരായിട്ട്. ഈ കാര്യമാണ് ഇവിടെ ദേവയാനി പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ബ്രാഹ്മണര് ഭർത്താവായി വരില്ല എന്ന് പണ്ട് കജൻ ശപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. യയാതിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ദേവയാനിയെ വിവാഹം കഴിക്കാൻ. എന്നാലും ദേവയാനിയുടെ സൗന്ദര്യത്തിൽ ഇദ്ദേഹം ഇത്തിരി മോഹിച്ചു പോയി. അതുകൊണ്ട് നിൻ്റെ അച്ഛൻ സമ്മതിച്ചാൽ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറയുകയാണ്. അച്ഛനെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് ദേവയാനി പറഞ്ഞു. രാജാവ് തിരിച്ച് കൊട്ടാരത്തിലേക്കും ദേവയാനി നേരെ അച്ഛൻ്റെ അടുത്തേക്കും പോവുകയാണ്. ദേഷ്യം കൊണ്ട് അവിടെയൊക്കെ നിലമൊക്കെ ചവിട്ടി കുലുക്കിയിട്ടാണ് ദേവയാനി വരുന്നത്. നേരെ പോയി അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോൾ ചോദിച്ചു, നീ എവിടെയായിരുന്നു ഇത്രയും നേരം? അച്ഛൻ അറിഞ്ഞില്ലല്ലോ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട്, പൊതുവെ ചില ആളുകൾക്കുണ്ടല്ലേ ഉണ്ടായതിൻ്റെ ഒരു 4 ഇരട്ടിയാക്കിയിട്ട് പറഞ്ഞു കൊടുക്കണ ശീലം. അതുപോലെയാണ് ദേവയാനി അവിടെ പോയി പറഞ്ഞ്, നമ്മളൊക്കെ ഇവിടെ ആരാന്നാ വിചാരിച്ചിട്ടുള്ളത്? നമ്മളൊക്കെ നായ്ക്കളാണത്രേ, കാക്കകളെ പോലെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയോട് നേരത്തെ ആ ശർമ്മിഷ്ഠ പറഞ്ഞതിൻ്റെ ഒരു 4 ഇരട്ടിയാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളിവിടെ നിൽക്കണ്ട അച്ഛാ, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ദേവയാനി അച്ഛനെയും കൂട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ശുക്രാചാര്യർക്കാണെങ്കിൽ മകളെ വലിയ ഇഷ്ടമാണ്. ദേവയാനി എന്തു പറഞ്ഞു കഴിഞ്ഞാലും അതിനെതിരെ ശുക്രാചാര്യർ പറയില്ല. ശരി, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ അവർ സഞ്ചരിക്കുന്ന സമയത്താണ് രാജാവായിട്ടുള്ള അല്ലെങ്കിൽ അസുര രാജാവായിട്ടുള്ള വൃഷപർവാവ് അറിഞ്ഞു ഗുരുനാഥൻ വിട്ടുപോവുകയാണ്. ഗുരുനാഥൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വംശത്തിൻ്റെ അവസ്ഥ എന്താവും? ദേവന്മാർ മുഴുവൻ വന്ന് ആക്രമിച്ച് നമ്മളെ കീഴടക്കും. നമ്മുടെ ഈ വിജയത്തിൻ്റെ മുഴുവൻ ഹേതുവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗുരുനാഥനാണ്. അതുകൊണ്ട് ആ ഗുരുനാഥനെ പിണക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേഗം പോയി നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉപേക്ഷിക്കരുത്, എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുകയാണ്. ശുക്രാചാര്യർ പറഞ്ഞു, എനിക്ക് പരിഭവമൊന്നുമില്ല, ദേവയാനിക്ക് എന്തോ ചെറിയ പിണക്കുണ്ട്, അത് പറഞ്ഞാൽ മതി, ദേവയാനി സന്തോഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ ദേവയാനി നീ സന്തോഷിക്കാൻ ചെയ്യേണ്ടത്? അതെ, എൻ്റെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ട് യയാതി രാജാവിനായിട്ട്, അതധികം വൈകാണ്ട് നടക്കും. ഈ ശർമ്മിഷ്ഠ 1000 തോഴിമാരോടൊപ്പം എൻ്റെ തോഴിയായിട്ട് അങ്ങോട്ട് വരണം എന്നുള്ളതാണ്. രാജാവ് ആകെ സങ്കടത്തിലായി. എന്താ ചെയ്യുക? ശർമ്മിഷ്ഠയോട് ഈ കാര്യം പറഞ്ഞിട്ട് ശർമ്മിഷ്ഠ പറയാണ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയൊന്നുമില്ല. കാരണം രാജകുമാരിയാണ്. രാജകുമാരിയെ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കാൻ രാജാവിനും അധികാരമില്ല. ശർമ്മിഷ്ഠ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല. പക്ഷേ ശർമ്മിഷ്ഠ ആ സന്ദർഭത്തിൽ തൻ്റെ വംശത്തിന് വന്നിട്ടുള്ള ആ അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ശർമ്മിഷ്ഠ. ശർമ്മിഷ്ഠ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ വംശത്തിലുള്ള ഒരു രാജകുമാരി മാത്രമാണ്. പക്ഷേ ഗുരുനാഥൻ നമ്മുടെ വംശത്തിൻ്റെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് തയ്യാറാണ്, ഞാൻ പൊക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ രാജാവും മനസ്സില്ലാ മനസ്സോടെ അതിനെ അംഗീകരിച്ചു. അങ്ങനെ യയാതിയൊക്കെ ആളയച്ച് വരുത്തി ശുക്രാചാര്യർ ദേവയാനിയുടെ വിവാഹമൊക്കെ വിധിപൂർവ്വം നടത്തുകയാണ്. പാണിഗ്രഹണമൊക്കെ കഴിഞ്ഞു. ശർമ്മിഷ്ഠ തോഴിമാരോടൊപ്പം തോഴിയായിട്ട് പോവുകയാണ്. ആ സമയത്ത് ദേവയാനി പറഞ്ഞിട്ടാവണം ശുക്രാചാര്യർ പ്രത്യേകം പറയുന്നുണ്ട്, ശർമ്മിഷ്ഠ തോഴിയാണ്, ആ തോഴിയായിട്ടുള്ള ശർമ്മിഷ്ഠയെ
അതുപോലെ കണ്ടോളണം എന്നുള്ളതാണ്. ആയിക്കോട്ടെ എന്ന് ശുക്രാചാര്യരുടെ വാക്ക് കേട്ട് ആദ്യം സമ്മതിക്കുന്നുണ്ട്, എന്നിട്ട് പോകുന്നുണ്ട്. പോയി ചെന്നപ്പോൾ തന്നെ ആദ്യം തന്നെ എന്താ ചെയ്തത്? 2 കൊട്ടാരങ്ങൾ ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ 2 കൊട്ടാരത്തിലെ ഇവർ 2 പേരെയും പാർപ്പിച്ചത് എന്നുള്ളതാണ്. നേരത്തെ ഉള്ള സ്വഭാവം അറിയാമല്ലോ. അതുകൊണ്ട് പ്രത്യേകം 2 കൊട്ടാരങ്ങളിലാണ് ദേവയാനിയും ഈ ശർമ്മിഷ്ഠയും താമസിപ്പിക്കുന്നത്. അങ്ങനെ ദേവയാനിക്ക് 2 മക്കളുണ്ടായി. യദുവെന്നും തുർവസു എന്നും പറഞ്ഞിട്ട് 2 മക്കളുണ്ടാകുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ശർമ്മിഷ്ഠ ഉദ്യാനത്തിൽ വെച്ച് രാജാവിന് കാണുന്നുണ്ട്. യയാതി രാജാവ് എന്താണെങ്കിലും ധാർമ്മികനായിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം രാജകുമാരി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ശർമ്മിഷ്ഠയെ കണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് ഈ ശർമ്മിഷ്ഠ ഒരു ദിവസം ഏകാന്തത്തിൽ വെച്ച് രാജാവിനെ കണ്ടിട്ട് പറയുന്നുണ്ട്, രാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിൽ വന്നിട്ടുള്ളവളാണ് ഞാൻ. എന്നെ ഇനിയിപ്പോൾ വേറെ രാജകുമാരന്മാരാരും വിവാഹം കഴിക്കില്ല. എനിക്കാണെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങ് എനിക്ക് പുത്രോത്പാദനം ചെയ്യണം എന്ന് പറയണം. അപ്പോൾ ആ കാലത്തെ നിയമം അനുസരിച്ചിട്ട്, ആ കാലത്തെ നിയമമാണ് രാജാവിനോട് അല്ലെങ്കിൽ ഭരണാധികാരിയോട് ഒരു കന്യക വന്ന് ഒരു പുത്രന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തിയാൽ അത് സാധിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അന്നത്തെ രീതി, ധർമ്മം. അത് മനസ്സിലാക്കിയിട്ടുള്ള യയാതി ശർമ്മിഷ്ഠയ്ക്കിലും പുത്രോത്പാദനം നടത്തുകയാണ്. അങ്ങനെ കാലക്രമേണ ശർമ്മിഷ്ഠയ്ക്ക് 3 മക്കളുണ്ടായി. ദ്രുഹ്യു, അനു, പൂരു എന്ന് പറഞ്ഞിട്ട് 3 പേര്. ഒരു ദിവസം കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. 2 അന്തഃപുരങ്ങളാണല്ലോ. ദേവയാനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അടുത്ത അന്തഃപുരത്തിൽ അല്ലെങ്കിൽ അടുത്ത കൊട്ടാരത്തിൽ കുട്ടികളുണ്ട്, 2-3 പേര്. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം തൻ്റെ മക്കളെ പോലെയുള്ള ഛായയൊക്കെ ഉണ്ട്. വിളിച്ചു, നിങ്ങൾ ആരാ, എന്താ നിങ്ങളുടെയൊക്കെ പേര്? അപ്പോൾ അവരുടെ കുട്ടികളല്ല, അവർ പേര് പറഞ്ഞു. നിങ്ങളുടെ ആരെ മക്കളാ? ഞങ്ങൾ യയാതി രാജാവിൻ്റെ മക്കളാണ്. യയാതി രാജാവിൻ്റെ മക്കളോ? യയാതി രാജാവിൻ്റെ മക്കള്? അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ അമ്മയാ? ഞങ്ങളുടെ അമ്മ ശർമ്മിഷ്ഠ. അപ്പോഴാണ് ദേവയാനി മൂക്കത്ത് വിരൽ വെക്കണ. ശർമ്മിഷ്ഠയോ? എന്ന് പറയണം. സംഗതി എല്ലാം ദേവയാനിക്ക് പിടികിട്ടി. അച്ഛാന്നൊരു വിളിച്ചിട്ട് ഓട്ടാണല്ലോ, നേരത്തെ മുതലുള്ള ശീലാണല്ലോ, എന്ത് വന്നാലും അച്ഛനെ വിളിച്ചോടുകയല്ലേ. അപ്പോൾ ദേവയാനി മനസ്സിൽ പറയാണ്, അത് ശരി, ഇപ്പം രാജാവിന് ആരോടാ കൂടുതൽ ഇഷ്ടം അത് പറയണോ? തനിക്ക് മക്കൾ 2, അവിടെ 3. പറയേണ്ട കാര്യം വല്ലതുണ്ടോ? അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥ പ്രകാരം എന്താണ്? അന്തഃപുരത്തിലേക്ക് കടത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ശർമ്മിഷ്ഠയ്ക്ക് 3 മക്കൾ. അച്ഛാ, ഈ രാജാവ് നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത്. യയാതി കുറേ വരുന്നുണ്ട് പുറകെ വന്ന് പറയുന്നുണ്ട്, ശർമ്മിഷ്ഠയെ ഞാൻ ദേവയാനി ഞാൻ പറയണതൊന്ന് കേൾക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. അല്ലേ, ഇന്നുണ്ട് നമുക്കറിയാം, നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ദേവയാനികളും ഒക്കെ ഉണ്ടാവൂലേ. പേര് അങ്ങനെ പേരൊന്നുള്ളവരല്ല കേട്ടോ ഉദ്ദേശിച്ചത്, സ്വഭാവം മാത്രമാണ്. എന്താണെങ്കിലും ഓടിയിട്ട് നേരെ ചെന്ന് പറഞ്ഞു, അച്ഛാ, രാജാവ് നമ്മളെ പറ്റിച്ചു എന്ന് പറയാണ്. അപ്പം ഇതൊക്കെ കേട്ട സമയത്ത് നേരത്തെ മുതലേ ഈ ദേവയാനിയുടെ പരാതി തീർത്ത് ഇയാൾക്ക് മതിയായിട്ടുണ്ട് ശുക്രാചാര്യർക്ക്. അപ്പോൾ യയാതി വരുന്നുണ്ട് പുറകെ. യയാതിയെ കണ്ട ഉടനെ തന്നെ ശുക്രാചാര്യർക്ക് ദേഷ്യം വരികയാണ്. ശുക്രാചാര്യ വിചാരിക്കുകയാണ്, അത് ശരി, നിനക്ക് ഈ അല്ലേ സാധാരണ രീതിയിൽ പറയും പോലെ ചോരത്തിളപ്പ് കൂടിയിട്ടാണ് ഇതൊക്കെ, അല്ലേ? അതുകൊണ്ടല്ല ഇങ്ങനെ അടങ്ങിയിരിക്കാത്തത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, യൗവനം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നിനക്ക് വാർദ്ധക്യം ബാധിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. ജരാനരകൾ ബാധിച്ച് വൃദ്ധനായി പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. തപസ്വിയായിട്ടുള്ള ആളാണ് ഈ ശുക്രാചാര്യർ. ശാപം കിട്ടിയപ്പോഴോ അങ്ങോട്ട് പോയിട്ടുള്ള ഈ യയാതിയല്ല ഇങ്ങോട്ട് വരുന്നത്, അല്ലേ? അങ്ങോട്ട് 10-40 വയസ്സുള്ള യയാതിയാണ് പോയെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് ഒരു 10-55 വയസ്സുള്ള ആളാണ്. അങ്ങോട്ട് ദേവയാനിയുടെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് പോയ ആള് ദേവയാനി കൈ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അവസ്ഥയായി. അപ്പൊ ശുക്രാചാര്യരോട് ചോദിച്ചു യയാതി, അല്ല, അങ്ങ് ദേവയാനിക്കോ വിവരമില്ല, അങ്ങേക്കും വിവരമില്ലാണ്ട് പോയല്ലോ എന്ന് ചോദിക്കാം. എന്താ എന്ന് ചോദിക്കുകയാണ്. അല്ല, എനിക്ക് ഈ വാർദ്ധക്യം വന്ന ആർക്കാ നഷ്ടം? അങ്ങയുടെ മകൾക്ക് തന്നെയല്ലേ. യൗവനാവസ്ഥയിലിരിക്കുന്ന അങ്ങയുടെ മകളുടെ കൂടെ ഭർത്താവായിട്ട് ഒന്നിനും കൊള്ളാണ്ട, കണ്ണുമില്ല കാതും ഇല്ലാത്ത ഈ കിളവനായിട്ടുള്ള ഞാൻ ഭർത്താവായി കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? ഇത് അങ്ങ് ആലോചിക്കാണ്ട് ഈ മകളുടെ വാക്ക് കേട്ട് ഇങ്ങനെ ചാടി പുറപ്പെട്ടത് ശരിയായോ എന്ന് ചോദിക്കുകയാണ്. ശുക്രാചാര്യൻ അപ്പോഴാ സംഗതി ആലോചിക്കണതേ,
അല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, വലിയ വലിയ ആളുകളാണെങ്കിലും ചിലപ്പോൾ നമുക്കൊക്കെ കാണാം ആലോചന ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണത്, അല്ലേ? ശുക്രാചാര്യരും വലിയ ആളൊക്കെയാണ്, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ അബദ്ധം ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ശുക്രാചാര്യർ പറഞ്ഞു, സംഗതി ശരിയാണ്, അബദ്ധമൊക്കെ പറ്റി, പക്ഷേ നിവൃത്തിയൊന്നുമില്ല. ശാപം ഞാൻ തന്ന ശാപം തിരിച്ചെടുക്കാൻ എനിക്ക് വയ്യല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു അനുഗ്രഹം തരാം. ആരെങ്കിലും യൗവനം നിനക്ക് തരികയാണെങ്കിൽ, സമ്മതത്തോടു കൂടിയിട്ട് അവരുടെ യൗവനം നിനക്ക് തരികയാണെങ്കിൽ നിന്റെ വാർദ്ധക്യം അവർക്ക് കൊടുക്കാം. അങ്ങനെ ഒരു മാറ്റം നടത്താമെന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കുമല്ലോ, ക്യൂ ആയിരിക്കും, അല്ലേ, മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും തൽക്കാലമൊക്കെ പല രീതിയിൽ സൂത്രപ്പണികളെ കൊണ്ടാണ് നമ്മൾ ചെയ്യാറുള്ളൂ. ഇപ്പം എന്താണെങ്കിലും ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. യാതിക്ക് സന്തോഷമായി. മക്കൾ 5 പേരുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ മക്കളുടെ നമ്മൾ വിചാരിക്കണ മാതിരിയല്ലേ, ഒരാവശ്യം വരുമ്പോഴല്ലേ മക്കളുടെയൊക്കെ സ്വഭാവം അറിയുള്ളൂ. അതുപോലെ തന്നെ ഉണ്ടായി. നേരെ മക്കളുടെ അടുത്തൊക്കെ വന്നു, യദുവിൻ്റെ അടുത്ത് വന്നു. യദുവിനോട് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്, യദു ഇങ്ങനൊരു കാര്യം ഉണ്ടായി, എനിക്ക് വിഷയഭോഗങ്ങൾ അനുഭവിച്ച് മതി വന്നിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ യൗവനം എനിക്ക് തിരിച്ചു തരിക, അല്ലെ എനിക്ക് തരിക, എൻ്റെ വാർദ്ധക്യം നീ സ്വീകരിക്കുക, എന്നിട്ട് കുറച്ചു കാലം കൂടിയൊക്കെ എനിക്ക് വിഷയഭോഗങ്ങൾ അനുഭവിക്കണമെന്നുണ്ട്, മതിയായിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ യദു പറഞ്ഞു, അച്ഛ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, അച്ഛൻ പറയുന്നതൊക്കെ കേൾക്കേണ്ടതൊക്കെ തന്നെയാണ്, പക്ഷേ അച്ഛൻ്റെ വാർദ്ധക്യം സ്വീകരിച്ചിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക, അല്ലേ? യൗവനത്തിൽ വിഷയങ്ങൾ അനുഭവിച്ച് ആ വിഷയങ്ങളിൽ വിരക്തി വരണമെന്നുണ്ടെങ്കിലും വിഷയങ്ങൾ അനുഭവിക്കണം. അപ്പം യൗവനത്തിൽ വിഷയങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കാര്യം. അച്ഛത്രയും കാലമൊക്കെ അനുഭവിച്ചില്ല, ഇനി മിണ്ടാണ്ടിരുന്നൂടെ എന്നുള്ള നിലയ്ക്ക് ഏത് പറഞ്ഞു നടപ്പില്ല എന്ന് പറയുകയാണ്. പകുതി പ്രതീക്ഷ അവിടെ പോയി. തുർവസുവിൻ്റെ അടുത്ത് പോയി, മറ്റുള്ള 4 പേരുടെ അടുത്തും പോയി. ഒരു രക്ഷയില്ല. അവരൊന്നും പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു വേണ്ട, വേറെ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യം സാധിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇപ്പം അച്ഛൻ ലാസ്റ്റ് സമയത്ത് വാർദ്ധക്യം തിരിച്ചു തരും, അപ്പോഴേക്കും ഞങ്ങൾ വൃദ്ധരാകും, എന്നിട്ട് എന്താ കാര്യം? വേണ്ട, ശരിയാവില്ല എന്ന് പറയണം. അവസാനം പൂരു ഒരാളുണ്ട്. പൂരുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മോനെ, ബാക്കിയുള്ള ആളുകളുടെ അടുത്തൊക്കെ പോയിട്ടുള്ള അവസ്ഥ ഇതാണ്ടായത്, നീയെങ്കിലും എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം എന്ന് പറയണം. അപ്പം ഈ പൂരുവിനൊരു പ്രത്യേകത പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സോനം ഗുണാധികം എന്നുള്ളതാണ്. പ്രായത്തിൽ കുറവാണ്, പക്ഷേ പക്വതയുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ ഗുണങ്ങളുള്ള ആളായിരുന്നു. മറ്റുള്ളവർ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആ പൂരു പറയാണ്, അച്ഛാ, ഉത്തമശ്ചിന്തിതം കുര്യാത് പ്രോക്തകാരീത്വ മധ്യമ അധമോ അശ്രദ്ധയാ കുര്യാത് അകർത്ത ഉച്ചരിതം പിതുഹു. മക്കളുടെ 3 കാറ്റഗറികളെ കുറിച്ചിട്ട് പറയാണ് അവിടെ. മക്കളുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. ഉത്തമരായിട്ടുള്ള മക്കൾ എങ്ങനെയുള്ളവരാണ്? ഉത്തമശ്ചിന്തിതം കുര്യാത്, അച്ഛനമ്മമാരുടെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ഉത്തമരായിട്ടുള്ള മക്കൾ. അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങളും അങ്ങനെ ആയിരിക്കണം കേട്ടോ, എന്നാലേ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഉത്തമരായിട്ടുള്ള മക്കൾ. മധ്യമരായിട്ടുള്ളവരാണെങ്കിലോ പ്രോക്തകാരി, പറഞ്ഞതനുസരിക്കുക. അധമരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക, ഇപ്പം ചെയ്യാണ്ടിരിക്കാനും വയ്യല്ലേ, നാട്ടുകാരെന്ത് പറയുന്നുള്ള നിലയ്ക്ക് ചെയ്യണ. അശ്രദ്ധയ, താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടായിട്ടൊന്നുമില്ല, എന്നാലും ചെയ്യൂ കേട്ടോ. അതാണ് അധമരായിട്ടുള്ള ആളുകൾ. അകർത്ത ഒരു കൂട്ടരുണ്ട്, ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോണ വിഭാഗം, അല്ലേ? കാണാം. ഇവിടെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം നോക്കിയാൽ മതി. അത് മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മക്കളെന്ന് പറയാനുള്ള അധികാരമില്ല. അകർത്ത ഉച്ചരിതം പിതു. തൻ്റെ ശരീരത്തിൽ നിന്ന്, ഇപ്പം മക്കളാണെങ്കിലും അച്ഛനമ്മമാരുടെ ശരീരത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അല്ലേ? അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തിൽ നിന്നുമാണ് പുറത്തു വരുന്നത് മക്കൾ. അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തിൽ നിന്നൊക്കെ മലമൂത്രങ്ങളും പുറത്തു വരുന്നുണ്ടേ. അത് മക്കളെന്ന് പറയുമല്ലോ, ഇല്ല. അപ്പം അതുപോലെ പുറത്തേക്ക് വന്നിട്ടുള്ളൊരു നികൃഷ്ടമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ളൊരു സാധനം എന്ന് വിചാരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇത് ശ്വസിക്കുന്നുണ്ട്, കയ്യും കാലൊക്കെ ഉണ്ട്, നീറ്റ് നടക്കുന്നുണ്ട്, അത്രേ വ്യത്യാസമുള്ളൂ എന്ന് പറയണം. അപ്പം അതുകൊണ്ട് ഉത്തമനാവാൻ എനിക്ക് സാധിച്ചില്ല, അച്ഛൻ്റെ കാര്യം മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല, പക്ഷേ
ഞാനൊരു അധമനാവാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് മധ്യമനാവാൻ എന്താണെങ്കിലും എനിക്ക് സാധിക്കും, അച്ഛൻ പറയണത് ഞാൻ അനുസരിക്കാം എന്ന് പറയാണ്. കാരണം ഈ ശരീരമാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ അച്ഛനമ്മമാരുടെ ദാനമാണ്, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ യൗവനം അച്ഛന് കൊടുക്കുന്നു. അച്ഛൻ്റെ വാർദ്ധക്യം വാങ്ങിച്ച് ഇരിക്കുകയാണ്. വലിയ സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം ഒരുപാട് കാലം രാജ്യം ഭരിക്കുകയാണ്. രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു. പ്രജകളെ മുഴുവൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ധാർമ്മികമായിട്ട് പരിപാലിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനൊന്നും തളർച്ചയില്ലാതെ ഒരുപാട് യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ധാരാളം ദക്ഷിണങ്ങളോട് കൂടിയിട്ടുള്ള യജ്ഞങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ പ്രവർത്തികളുടെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ക്രമേണ ചിത്തശുദ്ധി ഉണ്ടാവുകയാണ്. അപ്പോൾ ചിത്തസ്യ ശുദ്ധയെ കർമ്മ നതു വസ്തൂപലബ്ധയെ എന്ന് പറഞ്ഞിട്ട് ആചാര്യസ്വാമി പറയും. നിഷ്കാമമായിട്ട് അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് ജീവിക്കുന്ന സമയത്ത് അന്ധക്കരണ ശുദ്ധി ഉണ്ടാവും. ഇപ്പം അന്ധക്കരണ ശുദ്ധി എങ്ങനെയുണ്ടോ ഇല്ലയെന്ന് അറിയുക. എവിടെയും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ അന്ധക്കരണം എത്ര ശുദ്ധിയായി എന്നുള്ളതല്ലേ. അതിനുള്ള യന്ത്രങ്ങളൊന്നുമില്ല. അന്ധക്കരണ ശുദ്ധി എങ്ങനെയുണ്ട്, ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡിൽ ഷുഗറോ ബാക്കിയുള്ളതൊക്കെ നോക്കാൻ പറ്റും. പക്ഷേ അന്ധക്കരണ ശുദ്ധിയായോ എന്നുള്ളൊരു ലാബ് അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അന്ധക്കരണ ശുദ്ധി വന്നു കഴിഞ്ഞാൽ വിഷയവൈരാഗ്യം വരും എന്നുള്ളതാണ്. ആ വിഷയവൈരാഗ്യം ഇവിടെ യയാതിക്ക് ഉണ്ടാവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇത്രയും ഈ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യത് പൃഥിവ്യാം വ്രീഹിയവം ഹിരണ്യം പശവസ്ത്രീയ ന ദുഃഖ്യന്തി മനഃപ്രീതിം പുംസ കാമഹതസ്യത്തെ. കാമാർത്തനായിട്ടുള്ള ഒരാൾക്ക്, കാമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളിൽ ആഗ്രഹമുള്ള ഒരാൾക്ക് ഈ ലോകത്തുള്ള എന്തെല്ലാം വസ്തുക്കൾ കിട്ടിയാലും മതി എന്ന് തോന്നില്ല എന്ന് പറയാണ്. മതി എന്നുള്ളൊരു വിരക്തി എന്നുള്ളൊരു ഭാവം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം ലോകത്തുള്ള എത്രയോ വലിയ കോടീശ്വരന്മാരുണ്ട്. ഏറ്റവും വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരാരാ? കോടീശ്വരന്മാരാ അല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് വന്നിട്ടൊരു അല്ലേ കറണ്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകളെ പിടിച്ചൊക്കെ വലിയ ആളുകളാണ്, കാശുകാരാ, സാധാരണക്കാരല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കിട്ടിയാൽ അത് മതിയാവില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ യത് പൃഥിവ്യാം വ്രീഹിയവം ഹിരണ്യം പശവസ്ത്രീയാം. അങ്ങനെയുള്ള കാമം, ആ വിഷയങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് എത്ര കിട്ടിയാലും മതി മതി എന്ന് തോന്നില്ല എന്നുള്ളതാണ്. ആശയാകുന്ന പാശമതി ഇങ്കെന്ന് വരവിടാതെ കരേറുന്നു മേൽക്കുമേൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യയാതിക്ക് ബോധ്യം വന്നു. അങ്ങനെ യയാതി ഒരു ദിവസം ഏകാന്തത്തിൽ തൻ്റെ ഭാര്യയുടെ ഒപ്പം ഇരുന്നിട്ട് ഭാര്യയ്ക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആരാണ് ഈ ഭാര്യ? ദേവയാനി. ശർമ്മിഷ്ഠയെ കൊണ്ട് വലിയ കുഴപ്പമില്ലേ. അപ്പോൾ ദേവയാനിയുടെ ഒപ്പം ഇരുന്നിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. 2 ആടുകളുടെ ഒരു കഥ. ഒരു ആടുണ്ടായിരുന്നു, ഒരു മുട്ടനാട്. നല്ല മിടുക്കനായിട്ടുള്ള മുട്ടനാട്. അങ്ങനെ തനിക്ക് പറ്റിയൊരു ഇണയൊക്കെ കിട്ടണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കാട്ടിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു കിണറ്റിൽ ഒരു പെണ്ണാട് കിടക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് ആ പെണ്ണാടിനെ കണ്ട സമയത്ത് എങ്ങനെയെങ്കിലും അതിനെ കരക്കി കയറ്റണം എന്നൊക്കെ തോന്നുന്നുണ്ട്. മാത്രമല്ല ആ പെണ്ണാടിനെ വലിയ ഇഷ്ടമായി. വളരെ ബുദ്ധിമുട്ടി കൊമ്പോണ്ട് അതൊക്കെ കുത്തി ഇടിച്ച് ആ ആടിനെയൊക്കെ കരക്കി കയറ്റി കഴിഞ്ഞപ്പോഴോ തന്നെ രക്ഷിച്ചതായിട്ടുള്ള ആ മുട്ടനാടനെ ഈ ആടിന് വലിയ ഇഷ്ടമായി. അങ്ങനെ 2 പേരും കൂടി സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. ഈ മുട്ടനാടിനാണെങ്കിൽ വേറെ ആടുകളായിട്ടൊക്കെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പെണ്ണാടിന് സഹിച്ചില്ല. പെണ്ണാടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സ്വാമിയായിട്ടുള്ള ഒരാൾ ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തോട് പോയി പരാതി പറയുന്നുണ്ട്. എന്നിട്ട് ഈ മുട്ടനാടിൻ്റെ വൃഷണമൊക്കെ ഛേദിച്ച് കളയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ദേവയാനിക്ക്. എന്നിട്ട് അവസാനം പറഞ്ഞു, ഈ വേറെ ആരുടെയും കഥയല്ല, നമ്മുടെ തന്നെ കഥയാണെന്ന് പറയാം. എന്നിട്ട് പറയുകയാണ്, ദേവയാനി, എനിക്ക് തൽക്കാലം ഈ ജീവിതത്തിൽ നിന്ന് മതിയായി. പൂർണ്ണം വർഷസഹസ്രമേ വിഷയാൻ സേവതോ അസകൃത്. ഈ കടം വാങ്ങിച്ച യൗവനം കൊണ്ടുകൂടി 1000 കൊല്ലക്കാലം ഞാൻ വിഷയഭോഗങ്ങൾ അനുഭവിച്ചു. എന്നാലും തഥാപി അനുസവനം തൃഷ്ണാതേഷു ഉപജായതേ. ഇത്രയും കാലം കുറച്ചു നാൾ അനുഭവിക്കാമെന്ന് വിചാരിച്ചിട്ട് കടം വാങ്ങിച്ചതാണ്, പക്ഷേ മതിയായിട്ടില്ല. അതുകൊണ്ട് ഈ
വിഷയങ്ങൾ അനുഭവിച്ച് മതിയാക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ജാതു കാമഃ കാമാനാം ഉപഭോഗേന ശമ്യതി. വിഷയങ്ങൾ അനുഭവിച്ച് തീർക്കാം അല്ലെങ്കിൽ അനുഭവിച്ച് മതി വരുത്താം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണെന്ന് പറയാണ്. ഏതുപോലെ? ഹവിഷാ കൃഷ്ണപത്നീവ. ഹോമകുണ്ഡത്തില് അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനെ കെടുത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ആ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് അവിടെ ഒരല്പം ആ കരിയൊക്കെ കാണാൻ, നെയ്യ് ഒഴിച്ച ഭാഗത്ത് തീയൊന്ന് ശമിച്ച മാതിരി കാണാം. പക്ഷെ അടുത്ത ക്ഷണം എന്താ ഉണ്ടാവുക? വർദ്ധിച്ച് വീണ്ടും അഗ്നി ഉണ്ടാവും. ഇതുപോലെ വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് തൽക്കാലം ഒരു മതി എന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലേ? അതാണ് ശ്മശാന വൈരാഗ്യം, പ്രസവ വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വൈരാഗ്യത്തിന് പല ഭേദങ്ങൾ പറയാറുണ്ട് ശാസ്ത്രത്തിൽ. പ്രസവ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വേദനയുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത്ര ഈ പ്രസവം എന്ന് പറഞ്ഞത്. ഇന്ന് പ്രസവം കുറവാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ വേദനയും കുറവായിരിക്കും അല്ലേ? പണ്ടൊക്കെ പ്രസവം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ഓപ്പറേഷൻ ആയതുകൊണ്ടാട്ടോ പ്രസവം ഇല്ല എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ പ്രസവം ഉള്ള സമയത്ത് പൊതുവെ പറയാറുണ്ട് അത്രേ സ്ത്രീകൾ, ഇനി മേലിലില്ല എന്ന്. ആ മേലിലില്ല എന്നുള്ള വൈരാഗ്യം എത്ര കാലം വരെ ഉണ്ടാവും? അടുത്ത കൊല്ലം വരെ, അത്രയേ ഉള്ളൂ. അല്ലെ? അടുത്ത സമയമാകുമ്പോൾ വീണ്ടും ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അതും താൽക്കാലികമായിട്ടുള്ള വൈരാഗ്യം. അതുപോലെ ശ്മശാന വൈരാഗ്യം. തനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ശ്മശാനത്തിലേക്കൊക്കെ മരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ ജീവിതം അല്ലേ? നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ടുള്ളതല്ലേ, എന്തപ്പം ഉണ്ടായി, എങ്ങനെയായിരുന്നു, ഇത്രയേ ഉള്ളൂ, ഒന്നും കാര്യമില്ലന്നേ. എത്ര നേരമായി പറച്ചില്? 2 ദിവസം, അടുത്ത ദിവസം വന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കാര്യം തീർന്നു അല്ലേ? ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ സ്ഥിരം ശൈലിയിലേക്ക് വരും. അപ്പം ഇതാണ് ഈ സ്ഥായി അല്ലാത്ത വൈരാഗ്യം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ വിഷയങ്ങൾ അനുഭവിച്ച് തീർക്കാം എന്നുള്ളത് ഇനി നടപ്പില്ല. അതുകൊണ്ട് ആരും അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞ് തൻ്റെ വഴി കണ്ടെത്തിയതായിട്ടുള്ള യയാതി തൻ്റെ തിരിച്ചെടുത്ത അല്ലെങ്കിൽ കടം വാങ്ങിച്ചതായിട്ടുള്ള യൗവനം പൂരുവിന് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ക്ഷണേന ആ കാട്ടിലേക്ക് പോയിട്ട് അദ്ദേഹം തപസ് ചെയ്യണം. തപസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ധാർമ്മികനായിട്ടുള്ള ആളായിരുന്നു. വിഷയത്തിൽപ്പെട്ട് ഒന്ന് കറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ പോയിട്ട് അദ്ദേഹം കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് തൻ്റെ ഈ സംസാരത്തൊന്ന് മോചിതനായി എന്ന് പറയണം. ഏതുപോലെ? ക്ഷണേന മുമുചേ നീടം ജാതപക്ഷ യുവദ്വിജ. വളരെ മനോഹരമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. ആ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ തപസ് ചെയ്ത് ഈ പഞ്ചഭൗതികമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയത് ജാതപക്ഷ യുവ. കൂട്ടില് പക്ഷിക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തു വന്നു. കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ആ സമയത്തല്ലേ, ചിറക് മുളച്ച് വരുന്നത് വരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. ചിറക് മുളച്ച് ചിറകിന് ബലം വന്നു കഴിഞ്ഞാലോ ആ കൂട് വിട്ട് പറന്നു പോകുന്നത് പോലെ ചിറകിന് ബലം വന്നതായിട്ടുള്ള പക്ഷിക്കുഞ്ഞുങ്ങൾ ആ കൂടിനെ വിട്ട് ഉപേക്ഷിച്ച് പറന്നു പോകുന്നത് പോലെ ഈ പഞ്ചഭൗതികമായിട്ടുള്ള ശരീരത്തിൽ നിന്ന് ആ രാജാവ്, യയാതി രാജാവ് ഉപേക്ഷിച്ചു പോയി എന്ന് പറയണം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ദേവയാനിയോടാണല്ലോ കഥ പറഞ്ഞത്. ആ കഥ കേട്ടു. ദേവയാനിയുടെ മുമ്പെന്നാണ് രാജാവ് പോണത്. ആ കഥയൊക്കെ കേട്ടതായിട്ടുള്ള ദേവയാനിക്കും വൈരാഗ്യം ഉണ്ടാവുകയാണ്. കാരണം എന്താണെങ്കിലും ധാർമ്മികനായിട്ടുള്ള രാജാവിൻ്റെ കൂടെയാണുള്ളത്. അങ്ങനെയുള്ള ആ ദേവയാനിക്കും വൈരാഗ്യം വന്നു. ദേവയാനിയും ഭഗവാനെ സ്മരിക്കുന്നുണ്ട്. ഭഗവാനെ പ്രാർത്ഥിച്ച് ആ അന്ധകരണത്തിൽ ഭഗവത് സ്മരണ നിലനിർത്തിയിട്ട് ദേവയാനിയും ഭഗവാനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ദേവയാനി അവസാനം ഭഗവാനെ സ്മരിക്കുന്നത്. നമസ്തുഭ്യം ഭഗവത്തെ വാസുദേവായ വേധസേ സർവഭൂതാധിവാസായ ശാന്തായ ബൃഹദേ നമഃ. ഹേ ഭഗവാൻ വാസുദേവ, എല്ലാ ജീവജാലങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ശാന്തസ്വരൂപനും പരമബൃഹത്വമായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ദേവയാനിയും ആ ഭഗവാന്റെ സ്മരണ ഹൃദയത്തിൽ നിർത്തിയിട്ട് സ്മരിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനിയും പരമപദത്തെ പ്രാപിക്കുന്നു എന്നുള്ളതാണ്
ഈ യയാതി ചരിതം എന്നുള്ള കഥയിലൂടെ കാണിക്കുന്നത്. ഈ യയാതി ചരിതത്തിൽ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഈ സംസാരത്തെ പ്രാപിക്കുന്നത്. തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ പരമാർത്ഥത്തിൽ തൻ്റെ ലക്ഷ്യത്തെ പ്രാപിക്കാതെ സംസാരത്തെ പ്രാപിക്കുന്നതും, ഏതൊക്കെ വിധത്തിലായിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതം അധപ്പതിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള കഥകളിൽ നിന്നും സാരത്തെ മനസ്സിലാക്കി തൻ്റെ ജീവിതം എങ്ങനെയാണ് മാറ്റി തീർക്കേണ്ടത് എന്നുള്ളതും ഈ യയാതി ചരിത്രത്തിലൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഈ കഥ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് തൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യത്തെ കണ്ടെത്താം, പ്രാപിക്കാം എന്നുള്ളത് ഈ ഒരു കഥയിലൂടെ വളരെ മനോഹരമായിട്ട് കാണിച്ചു തരികയാണ്. ഇതോടുകൂടി ഈ അതിമനോഹരവുമായിട്ടുള്ള ഈ യജ്ഞത്തിൽ എൻ്റേതായിട്ടുള്ള ചെറിയ വാക് പുഷ്പാഞ്ജലി ഈ യയാതി ചരിതം എന്നുള്ള കഥയിലൂടെ ഇവിടെ സമർപ്പിച്ചു കൊള്ളുന്നു. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം.